विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। शिवं नित्यमेकं विभुं तारकाख्यं सुखाकारमाकारशून्यं सुमान्यं महेशं कलेशं सुरेशं परेशं नरेशं निरीशं महिषं प्रपद्ये। यदा वर्णयत् कर्णमूलेऽन्तकाले शिवो राम रामेति रामेति काश्यां तदेकं परं तारकब्रह्मरूपं भजेऽहं 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 भजेऽहम्। नमः परमऋषिभ्यो नमः परमऋषिभ्यः। हरिः ओम्। अन्तरायतिमिरूपशान्ते शान्तपावनमचिन्त्य वैभवम् तं नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नाम गोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वरिशिष्टान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रम् आनन्दरूपं स्वात्मारामं मुदितवदनं दक्षिणामूर्तिम् ईडे। वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभितां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम्। शोणप्रभं सोमकलावतंसं पाणिस्फुरत्पञ्चशरेक्षुचापं
പ്രാണപ്രിയം നൗമി പിനാകവാണേഃ കോണത്രയസ്ഥം കുലദൈവതം നഹം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്यांശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിഭൂതം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസാ യദഗാതരണ്യം മായാമൃഗം ദൈതയേപ്സിതം അന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാം സീതാഭിരാമ പരമാദ്ഭുതരൂപശാലീ രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. നമസ്തേ സുമിത്രാ സുപുത്രാദിവന്ദ്യം നമസ്തേ സദാ കൈകയീനന്ദനേഢ്യാം നമസ്തേ സദാ വാനരാധീശവന്ദ്യം നമസ്തേ നമസ്തേ സദാ രാമചന്ദ്ര. സീതാരാമഗുണഗ്രാമ പുണ്യാരണ്യവിഹാരിണൗ വന്ദേ വിശുദ്ധവിജ്ഞാനൗ കവീശ്വര കപീശ്വരൗ. ഭഗവാന്റെ പരമകൃപ കൊണ്ട് നടന്നു വന്നു. ഈ 7 ദിവസം നിർവാണ രാമായണം എന്ന പേരില് ഈ അധ്യാത്മവിചാര സദസ് ഈ ഒരു യാത്ര രാമനവമി വളരെ വിശിഷ്ടമായി വില്വാദ്രിനാഥന്റെ സവിധത്തിൽ തുടങ്ങി പൂർത്തിയാവുകയാണ് മറ്റന്നാള് നവമിയോടുകൂടെ. കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങി ഈ ജീവിതശാസ്ത്രമായ വേദാന്തശാസ്ത്രം രാമന് വസിഷ്ഠൻ ഉപദേശിക്കുന്ന യോഗവാസിഷ്ടം അല്പാൽപമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുവരികയായിരുന്നു. ഇടയ്ക്ക് വെച്ച് അവിടെ രാമകഥയിലേക്കും അല്പമൊന്ന് യാത്ര ചെയ്തു. എങ്കിലും പ്രധാനമായിട്ടുള്ള തന്തു ഈ വാസിഷ്ഠ വിചാരം തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണ് എന്നുള്ളത്
ഈ വാസിഷ്ഠം വളരെ സുവ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ കണ്ടുവരികയാണ്. ഒരു മനുഷ്യന് ശ്രേയസ്, നമുക്ക് പറയാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫുൾഫിൽമെന്റ്, പുരുഷാർത്ഥം എന്നൊക്കെ പറയുന്നത് അതാണ്. ഫുൾഫിൽമെന്റ്, ഒരു ധന്യത, നിറവ്, അത് നമുക്ക് നമ്മുടെ മനസ്സ് ശരിയായിട്ട് ഇരുന്നാലേ കിട്ടുള്ളൂ. അതാണ് അധ്യാത്മജീവിതം. ഗീതയും യോഗവാസിഷ്ഠവും, രണ്ട് ഗ്രന്ഥങ്ങളും നമ്മളുടെ സ്വധർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജ്ഞാനനിഷ്ഠയിൽ നിൽക്കുന്നത്, അഥവാ ജ്ഞാനനിഷ്ഠയിൽ നിന്നുകൊണ്ട് സ്വധർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന വഴി. എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗികളായ യതികൾ, സന്യാസികളുടെ ധർമ്മം വളരെ കുറച്ചു പേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അത് ചിലരുടെ നിയതിയാണ്. ചിലർക്ക് രാമകൃഷ്ണ പരമഹംസർ തന്റെ ശിഷ്യനോട് പറയും, ചില കളിയില് ജയിച്ചു കഴിഞ്ഞാൽ കളിയിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ രാമകൃഷ്ണദേവൻ പറയും, ഞാൻ കളിയിൽ നിന്ന് പുറത്തു പോയി, നിങ്ങൾ കളിക്കൂ നടക്കട്ടെ എന്ന്. അതുപോലെ ഈ സന്യാസാശ്രമം എന്നുള്ളത് പഴം പഴുത്ത് വീഴുന്ന പോലെയാണ്. അപ്പോഴേ അത് സന്യാസമാവുള്ളൂ. രണ്ടു വിധത്തില് സന്യാസത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ഗൃഹസ്ഥരാണ്, അവരുടെ മുമ്പിൽ ഇതിപ്പോ പറയേണ്ട ആവശ്യമില്ലെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു പരാമർശത്തിന് വേണ്ടി പറയാണ്. ഒന്ന്, സാധകനായിട്ടുള്ള ആള് സത്യം കണ്ടറിയാൻ വേണ്ടി സന്യസിക്കുക. രണ്ട്, അറിഞ്ഞു കഴിഞ്ഞ് ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ലാത്ത ജ്ഞാനിയില് വരുന്ന സന്യാസം. വിവിധിഷാ സന്യാസം, വിദ്വത് സന്യാസം എന്ന് ശാസ്ത്രം രണ്ടായിട്ട് പറയും. ശരിക്കും ശാസ്ത്രത്തിനെ നല്ലവണ്ണം അരിച്ചു നോക്കുമ്പോൾ ഈ വിദ്വത് സന്യാസം മാത്രമാണ് സേഫ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് വരുന്ന സന്യാസം, അതുകൊണ്ടിപ്പോ ആർക്കും ഒരു ദോഷമില്ല, അയാൾക്കും ഒരു ദോഷം ഉണ്ടാവില്ല. അതിനു മുമ്പ് ജ്ഞാനമാണ് വേണ്ടത്, യോഗമാണ് വേണ്ടത്. യോഗം ഇന്ദ്രിയ നിഗ്രഹം, മനസ്സിനെ ശാന്തമാക്കല്, അതിനു വേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ശാസ്ത്രം അറിയുക, സ്വാധ്യായം. ഇതൊക്കെയാണ് വേണ്ടത്. നമ്മളുടെ ലോകകാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഇരുന്ന് സത്സംഗമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ധാരാളം ആളുകൾക്ക് അതൊക്കെ കേട്ട് 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 ഉള്ളില് നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് അതൊക്കെ ശാസ്ത്രവിചാരം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞുവല്ലോ, അതാണ് സത്സംഗം, ശാസ്ത്രത്തിന്റെ പ്രയോജനം അതാണ്. അപ്പൊ ശ്രവണം ചെയ്ത് നല്ലവണ്ണം
ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അത് ശമോ വിചാര സന്തോഷ ചതുർത്ഥ സാധു സംഗമ. ഇന്നലെ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു. അത് വളരെ വളരെ പ്രധാനമാണ്. സന്തോഷം എന്ന് വെച്ചാൽ കണ്ടെന്റ്മെന്റ്, അതാണ് കിട്ടുന്നത് കൊണ്ട് സന്തോഷം. യാതൊന്നും ആഗ്രഹിക്കുന്നില്ല, നേടിയെടുക്കാനായിട്ട് ഉദ്യമിക്കുന്നില്ല. അങ്ങനെയുള്ള ആളെ സന്തുഷ്ടൻ എന്ന് പറയാണ്. അയാൾക്ക് എന്ത് കിട്ടിയോ അതുകൊണ്ട് സന്തുഷ്ടനാണ്. അപ്രാപ്ത വാഞ്ചാം ഉത്സൃജ്യ, എന്ത് കിട്ടിയിട്ടില്ലയോ അതിനുവേണ്ടി ആഗ്രഹമില്ല എന്നാണ്. സംപ്രാപ്തേ സമതാംഗത, കിട്ടിയതിൽ സന്തോഷം മതി. അദൃഷ്ടഖേദാഖേദോ യഹ സന്തുഷ്ട സ ഇഹോച്യത്തെ. ഇതാണ് ഇന്നലെ നമ്മൾ നിർത്തിയ സ്ഥലം. ആശാവൈവശ്യ വിവശേ ചിത്തേ സന്തോഷവർജിതേ മ്ലാനേ വക്രമിവാദർശേ ന ജ്ഞാനം പ്രതിബിംബതി. ജ്ഞാനം ആത്മാവിന്റെ സ്വരൂപമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഇത് സ്വരൂപമാണ്. ഇതൊരു ക്വാളിറ്റിയോ ഗുണമോ ഒന്നുമല്ല, ഇത് സ്വരൂപമാണ്. ഇത് നമുക്ക് സ്വാനുഭവമായിട്ട് തീരേണ്ട കാരണമാണ്. നമ്മളുടെ സത്സംഗത്തിലൊരു സമ്പ്രദായമുണ്ട്, ശ്രവണമാണ് മുഖ്യം. അത് ഒന്ന് ഓർമ്മ വെച്ചോളാം. നമുക്ക് ഇത് ശ്രവണം ചെയ്യുമ്പോൾ വിട്ടുകഴിഞ്ഞാൽ അത് പോയി പോകും നമുക്ക്. ആശാവൈവശ്യ വിവശ, മനസ്സിൽ ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്. വൈവശ്യം എന്ന് വെച്ചാൽ വിവശത. ആഗ്രഹമുള്ളപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് വലിച്ചുകൊണ്ട് പോകും നമ്മളെ. വേണ്ടാന്ന് വിചാരിച്ചാലും ആ ആഗ്രഹം എങ്ങടേക്കാണോ, ആശാ പിശാചിക എന്ന് പറഞ്ഞു രാമൻ. ആശ എന്ന് പറയുന്ന പിശാച് എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോകം കണ്ടിട്ട് രാമൻ പറഞ്ഞ എക്സ്പ്രഷനാണ്. ആഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യന് ഇരിക്കപ്പുറത്തില്ല. എന്തൊക്കെ സാധിക്കണം അല്ലേ? ഇപ്പൊ ഈ രാജാക്കന്മാരെയൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. നേരെ ചൊവ്വ ഒരിടത്ത് ഇരുന്നൂടെ? ആ രാജ്യം പിടിച്ചടക്കണം, ഈ രാജ്യം പിടിച്ചടക്കണം, അവിടെയുള്ളവരെ കൊല്ലണം, ഇവിടെയുള്ളവരെ കൊല്ലണം. ഒരു തരത്തിലുള്ള മെന്റൽ സൈക്കാട്രിക് പ്രോബ്ലമാണ്. ഇവരെയൊക്കെയാണ് നമ്മൾ മഹാന്മാരായ ചക്രവർത്തിമാർ എന്നൊക്കെ വിളിക്കുന്നത്. കൊള്ളക്കാരാണ്. തിരുവണ്ണാമലൈ പഴയ കാലത്ത് പോണ്ടിച്ചേരി മുതൽ വേലൂർ വരയ്ക്കുള്ള സ്ഥലം തമിഴ്നാട്ടില്, അതിന് തിരുമുനൈപ്പാടി നാട് എന്നാണ് പേര്. മുനൈപ്പാടി എന്ന് വെച്ചാൽ വാർ ഫ്രണ്ടാണ്. ഈ പല്ലവന്മാരും ചോഴന്മാരും ഏതോ രണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ സമാധാനമായിട്ടായിരിക്കണം. അല്ലെങ്കിൽ കൊച്ചിയും തൃശ്ശൂരും കൂടെ യുദ്ധം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. തൃശ്ശൂരും പാലക്കാടും കൂടെ ഇങ്ങനെയൊക്കെ ആയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സമാധാനം ഉണ്ടാവില്ലേ. അപ്പൊ അത്യാവശ്യത്തിന് നമ്മൾ ഒരു വിധത്തിൽ ശാന്തിയോടുകൂടിയാണ് ഇരിക്കണമെന്ന് പറയണം. കാരണം ഈ ചെറിയ ചെറിയ യുദ്ധങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് ഏട്ടന് എത്ര പഴയ പടയോട്ട കഥയൊക്കെ നമ്മൾ പറയില്ലേ, ടിപ്പുവിന്റെ പടയോട്ടം അങ്ങനെ അങ്ങനെ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ സന്തോഷമുള്ളൂ. അപ്പോ ഈ രാജാക്കന്മാരെന്നൊക്കെ പറയണത് തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നു. ആഗ്രഹങ്ങൾ കാരണം കിട്ടിയതൊന്നും പോരാ. ഇപ്പൊ നോക്കൂ, ഇസ്രയേലിലൊക്കെ പറയായിരുന്നേ, വലിയ കാര്യമായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബിൽഡിങ്ങിന്റെ ചുവട്ടിലും ബങ്കറാണ്. പാവം
ഇങ്ങനെ കേട്ടു. നമ്മൾ രാമായണം കേട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വരും ബങ്കറിലേക്ക് പോകാനായിട്ട്. ഇതിന്റെ ചോട്ടിലൊരു കുഴി ഉണ്ടാവും, അതിനകത്തേക്ക് ഇറങ്ങി പോകണം തോന്നുന്നു, എന്താ അറിയില്ല. എന്താ എപ്പോഴാ എന്ത് വീഴുന്നറിയില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിതമായി കഴിഞ്ഞാൽ എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും? ഈ തരത്തിലുള്ള ഡിസോർഡറിന്റെ മൂലം എന്താ? വ്യക്തി മനസ്സുകളിലുള്ള ആഗ്രഹങ്ങളാണ്. അവര് വിവശരാണെന്നാണ്. ആശാ വൈവശ്യ വിവശാഹ ചിത്തേ സന്തോഷവർജിതേ. കിട്ടിയത് കൊണ്ടൊന്നും അവർക്ക് സന്തോഷമില്ല. രാവണന്റെ അടുത്ത് ഹനുമാൻ പറഞ്ഞു, വിഭീഷണൻ പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഈ ഇത്രയൊക്കെ ഉണ്ടല്ലോ. വിഭീഷണൻ പറഞ്ഞു, ലങ്കയിലുള്ള രാക്ഷസന്മാരൊക്കെ ഹേ രാവണ സന്തോഷമായിട്ട് കുറച്ചു കാലം കൂടെ ജീവിക്കട്ടെ. നല്ല നല്ല ഉപദേശമാണ് വിഭീഷണൻ കൊടുത്ത്. നിന്റെ ഒരാളുടെ ആഗ്രഹം കാരണം ഈ രാക്ഷസൻ വംശം തന്നെ ഇല്ലാതായിട്ട് തീരും. അതുകൊണ്ട് അവരൊക്കെ ഒന്ന് ജീവിക്കട്ടെ, അവർക്കൊക്കെ ഒരു വിഭീഷണൻ രാവണന്റെ അടുത്ത് പറയണേ, എനിക്ക് ഇത്തിരി കരുണ കാണിക്കുമെന്നാണ്. ഞാൻ നിന്റെ അനുജനല്ലേ. പ്രസാദയേ ത്വാം ബന്ധുത്വാത് കുരുഷ്വ വചനം മമ ഹിതം തഥ്യം തു അഹം ബ്രൂമി ദീയതാമസ്യ മൈഥിലി. ഞാൻ സത്യമാണ് പറയണത്, ഹിതമായിട്ടുള്ള കാര്യമാണ് പറയണത്. പ്രസീദ്, രാജാവാണല്ലോ, പുകഴ്ത്തണം. വേറെ വഴിയൊന്നുമില്ല. രാജാക്കന്മാര് രാവിലെ എണീക്കുമ്പോ തന്നെ മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ കണ്ട ഓക്കാനും വരും ഉറങ്ങി എണീക്കുമ്പോഴേ. അപ്പോ ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ പറയണം, വേറെ വഴിയൊന്നുമില്ല. അപ്പോ പ്രസീദ ജീവേമസ പുത്രബാന്ധവാഹം പ്രദീയതാം ദാശരഥായ മൈഥിലി. നമ്മൾ പ്രസീദ, ഒന്ന് സന്തോഷാവും, ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരു കൃപ ചെയ്യൂ, നമ്മളൊക്കെ കൂടെ സൗഖ്യമായിട്ട് ജീവിക്കാം. ഇറാനിലൊക്കെ അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞു, അവരെയൊക്കെ ഇരുചെവി അറിയാതെ തീർത്തു കളഞ്ഞു ഈ ശാന്തിക്ക് വേണ്ടി വാദിച്ചവരെന്നാണ് പറയണത്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കണുണ്ട്. വിഭീഷണനെ നല്ലകാലം കൊന്നില്ല. വിഭീഷണൻ പറഞ്ഞു, പ്രസീ കൊല്ലും എന്ന് പറഞ്ഞു രാവണൻ. ഇനി ഇവിടെ നിന്നാ കൊന്നുകളെ. പ്രസീദ് ജീവേമസ പുത്രബാന്ധവാഹ. നമ്മളുടെ ഭാര്യയും കുട്ടികളും നമ്മളുടെ കുടുംബവും ഒക്കെ ആയിട്ട് നമ്മൾ സൗഖ്യമായിട്ട് ഇരിക്കാം. പ്രദീയതാം ദാശരഥായ മൈഥിലി. ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആളുകളൊക്കെ അതാണല്ലോ വിചാരിക്കുക, അല്ലേ? എന്റെ കുട്ടികളെ, എന്റെ കുടുംബം, ഇവരൊക്കെ സൗഖ്യമായിട്ട് ഇരിക്കണം എന്നാണല്ലോ വിചാരിക്കുക. പലതും പറഞ്ഞു കൊടുക്കുകയാണ്. സീത വന്നത് മുതൽ ഇവിടെ അശുഭമായ ശകുനങ്ങളാണ്. യാഗം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉറുമ്പ് ധാരാളം കാണണു എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ ഉറുമ്പ് കണ്ടാ വിഷമിക്കരുത് കേട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏതോ കുരങ്ങ് വന്നു തീയിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. കുരങ്ങാണോ? നഹിതം പരിപശ്യാമി യസ്തരേ തമഹോദധിം. ഈ കടല് ചാടിക്കിടക്കുന്ന ഒരു സത്വത്തിനെ ഇത്ര കാലം നമ്മള് എത്രയോ കണ്ടിരിക്കുന്നു. ഇതുപോലൊരു സത്വത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. അന്യത്ര ഗരുഡാത് വായോഹോ അന്യത്ര ച ഹനുമത. ഗരുഡനും വായുവും ഹനുമാനും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നണില്ല. ഇനിയിപ്പോ ഈ ഹനുമാൻ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോയി, ഇനി അവര് ലോഡ് കണക്കിന് വന്ന് ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് വിഭീഷണൻ രാവണന്റെ അടുത്ത് പറയുന്നത്. വൃത്തോ ഹി ബാഹ്വന്തര ഭോഗരാശി ചിന്താവിശസ്സുസ്മിത തീക്ഷ്ണദംഷ്ട്ര പഞ്ചാംഗുലീ പഞ്ചശിരോതികായ സീതാമഹാഹി തവ കേന രാജൻ. ഈ സീതയെന്ന് പറഞ്ഞ് താൻ കണ്ടിരിക്കുന്ന ഒരു സത്വമുണ്ടല്ലോ, അത് സ്ത്രീയല്ല, മഹാ അഹിഹി എന്നുവെച്ചാൽ വലിയ സർപ്പം. ആ സർപ്പം കടിക്കൊന്നും വേണ്ട,
ആ സർപ്പം തന്നെ നല്ലവണ്ണം കെട്ടിവരിഞ്ഞിരിക്കുകയാണ്. ചിന്താവിഷഹ, അവളെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ കാമം വന്നിട്ടുണ്ടല്ലോ, അതാണ് വിഷം. നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന വിഷം അതാണ്. ഈ സീത മഹാഹിഹി, സീത എന്ന ഈ പെരുമ്പാമ്പ്, പെരുമ്പാമ്പിന് വിഷമില്ലല്ലോ, നല്ല വിഷമുള്ള പാമ്പ് തനിക്ക് എന്തിനാണ്? ഇതിൻ്റെ ഇടയിൽ കൂടെ ഇന്ദ്രജിത്ത് വന്ന്, ഇതാണ് നമുക്ക് ആരെങ്കിലും നല്ലത് ഉപദേശിക്കുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് അത് നമുക്ക് ഇല്ലാതാക്കി തീർക്കുന്ന ആളുകളും വരും. ഇന്ദ്രജിത്ത് ഇടയിൽ പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിനെ ചീത്ത പറഞ്ഞു വിഭീഷണൻ. നിന്ന കാരണമാണ് ഈ വംശം നശിക്കാൻ പോണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ രാവണൻ പറയണത് എന്താ അറിയോ? നീ എനിക്ക് നല്ല അനിയനാണെന്ന് വിചാരിച്ചു. ഈ ബന്ധുക്കളെ കൊള്ളാത്ത ആളുകളാണ്. വിദ്യതേ ഗോഷു സമ്പന്നം, നല്ല പശു ധാരാളം ഉണ്ടെങ്കിൽ സമ്പത്തുണ്ടാവും. വിദ്യതേ ബ്രാഹ്മണേ തപഃ, വിദ്യതേ സ്ത്രീഷു ചാപല്യം. രാവണന്റെ നിരൂപണാണ്. വിദ്യതേ ജ്ഞാതിതോ ഭയം. രാവണൻ പറയാണ് പശു ഉണ്ടെങ്കിൽ സ്വത്ത്, ബ്രാഹ്മണന്റെ കയ്യിൽ തപസ്സുണ്ട്, സ്ത്രീകൾ ചപലന്മാരാണ്. കാരണം അവൻ അങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ സീതയെ തന്റെ മുമ്പിൽ കാണുന്നുണ്ട്. അവന് ഐഡിയൽ അങ്ങനെയാണ്. സ്ത്രീഷു ചാപല്യം വിദ്യതേ ജ്ഞാതിതോ ഭയം. ബന്ധുക്കളെ എപ്പോഴും പേടിക്കണം എന്നാണ്. അതുകൊണ്ട് ഇവിടുന്ന് വേഗം പോയിക്കൊള്ളുക. വിഭീഷണൻ പറഞ്ഞു, ഞാൻ നല്ല കാര്യമാണ് പറയണത്, പക്ഷെ കേൾക്കാൻ ആരുണ്ട്? ഹിതം ആയിട്ടുള്ള കാര്യം കേൾക്കാൻ ലോകത്തിലെ ആളുകളില്ല. ഇതേപോലെയാണ് രാവണന്റെ അടുത്ത് മാനായിട്ട് വന്ന ആള്. ആരാത്? വാരീചൻ. വാരീചൻ പറഞ്ഞു, അപ്രിയസ്യ ച പഥ്യസ്യ വക്താ ശ്രോതാ ച ദുർലഭഃ. അപ്രിയമായിട്ടുള്ള നല്ല കാര്യമാണെങ്കിൽ പറഞ്ഞാല് പറയണതും റിസ്ക് ആണ്. ഇന്നലെ പറഞ്ഞ പോലെ കേൾക്കുന്നവരും കുറവും. ഇങ്ങനെ കുറച്ച് വിഭീഷണ ശരണാഗതി പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് അവസാന ദിവസം ബാക്കിയുള്ളതിലേക്ക് പ്രവേശിക്കാം. വിഭീഷണ ശരണാഗതി എന്ന് രാമായണത്തിൽ ഒരു പോർഷൻ ഉണ്ട്. അതാണ് ഭക്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലൊക്കെ അവര് ആരാധിക്കുന്നത്. തീർച്ചയാ ഭഗവാൻ എടുത്തു തരുന്നത്. അവിടെ വരുമ്പോൾ ഞാൻ അതൊന്നും ആലോചിച്ചില്ല, നേരെ വാസിഷ്ഠത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ ആലോചിച്ചു. അപ്പോ വിഭീഷണനെ രാവണൻ പറഞ്ഞു, നീ എന്റെ അനുജനായതുകൊണ്ട് കൊല്ലുന്നില്ല, നാട് കടത്താണ്, ഇവിടുന്ന് പൊയ്ക്കോളും. എന്തിനാ? നല്ല കാര്യം പറഞ്ഞു. നല്ലതെന്തോ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചതിന് ഓടിച്ചു വിട്ടു. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, എന്റെ കൂടെ ആരെങ്കിലുമൊക്കെ വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെയും ഞാൻ കൂട്ടി. 3 അസുരന്മാര്, രാക്ഷസന്മാര് കൂടെ പുറപ്പെട്ടു. അവര് വിഭീഷണൻ പറയണതാണ് ശരിയെന്ന്. നോക്കൂ, അപ്പോഴും പാർട്ടിയിൽ ആളൊന്നുമില്ല, 3 ആൾ. ഈ 4 ആളും കൂടെ ആകാശമാർഗത്തില് സമുദ്രം കടന്ന് ഇങ്ങോട്ട് വന്നു. വന്നിട്ട് വാനരപ്പടയ്ക്ക് മുമ്പിൽ വന്ന് ആകാശത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാനിതാ രാവണന്റെ സഹോദരൻ വന്നിരിക്കണു. ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു, എന്നെ ഓടിച്ചു വിട്ടു. സോഹം പരുഷിതസ്തേന ദാസവച്ച അവമാനിത. പരുഷവാക്കുകളൊക്കെ പറഞ്ഞ് അവമാനിച്ചു. തെക്വാ പുത്രാംശ ദാരാംശ രാഘവം ശരണം ഗതഃ. ഈ വാക്കൊക്കെയാണ് ഭക്തി. എന്റെ ഭാര്യയും കുട്ടികളെയും ഒക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അവരാരും വരാൻ തയ്യാറല്ല. എല്ലാവരോടും പറഞ്ഞു നോക്കി, നാട് തന്നെ നശിച്ചു പോവും, പക്ഷെ ആരും തയ്യാറല്ല. ഞാൻ എല്ലാം വിട്ടിട്ട് സന്യാസം പോലെയാണ്. രാഘവം ശരണം ഗതഃ എന്ന് ആകാശത്തിൽ നിന്നുകൊണ്ട് ഈ വിഭീഷണനും രാക്ഷസന്മാരും പറയാണ്.
കുരങ്ങന്മാര് പറഞ്ഞു, ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ 2-3 കുരങ്ങുകൾ ചാടി നോക്കി കടിക്കാൻ പറ്റുമോ. രാക്ഷസനാണല്ലോ. ഓരോരുത്തർ പറഞ്ഞു ചാടിയിട്ട് എത്തണില്ല. ക്രിക്കറ്റിന് ബോളിംഗ് ചെയ്യണ പോലെ പിന്നോട്ട് പോയിട്ടൊക്കെ ചാടി നോക്കി, എത്തണില്ല. അപ്പോഴേക്കും ചെന്ന് സുഗ്രീവനെ വിളിച്ചോണ്ട് വന്നു. രാമന്റെ അടുത്ത് നേരെ ന്യൂസ് പോയില്ല, സുഗ്രീവനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവരൊക്കെ കൂടെ ഒരു മീറ്റിംഗ് കൂടി. എന്താ ചെയ്യേണ്ടത്? വാനരപ്പട പറഞ്ഞു, ഒന്ന് അനുമതി തന്നാ മതി. കാരണം രാവണന്റെ സഹോദരനാണ്, ഇതൊരു സ്പൈ വർക്കാണ്, ചാരപ്രവൃത്തിയാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ തീർത്ത് കളയാം. ഇവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല കേട്ടോ. കുരങ്ങന്മാരുടെ കയ്യിൽ കല്ല്, തടി, പിന്നെ കടിക്കുക, മാന്ത. അപ്പൊ ഇവര് റെഡിയായിട്ടിരിക്കുകയാണ് യുദ്ധത്തിന്. ഈ സമയം വിഭീഷണൻ പറഞ്ഞു, ഞാൻ ശരണാഗതി ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. സുഗ്രീവൻ എല്ലാവരും ഓരോരുത്തരോടും ചോദിച്ചു. രാമൻ അപ്പോ പതുക്കെ രാമനെയും വിളിച്ചു. ഭഗവാനും ലക്ഷ്മണനും എല്ലാവരും വന്നു, ഇവരെ കണ്ടു. ഭഗവാന്റെ അടുത്ത് ഞാനിതാ എല്ലാം വിട്ടു വന്നിരിക്കുകയാണ്, എനിക്ക് അഭയം തരണം. അപ്പൊ രാമൻ എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് ഓരോരുത്തരും പറയണത്, ഇവനെ ചേർക്കാൻ പാടില്ല, കാരണം ശത്രുവിന്റെ അനുജനാണ്. ഇന്നത്തെ കാലത്താണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. അവര് ഇവിടെ വന്ന് ചേർന്നിട്ട് എന്ത് ചെയ്യും എന്നറിയില്ല. കോൺസ്റ്റന്റ് കോഷൻ വേണം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. വേറെ ചിലര് പറഞ്ഞു നല്ലവണ്ണം ചോദ്യം ചെയ്യാവുന്നതാണ്. അവര് ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും നമ്മൾ ചോദ്യം ചെയ്യണതിന്റെ ബലത്തിൽ മാറ്റി പറയും. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ഹനുമാൻ മാത്രമാണ് പറഞ്ഞത് വിഭീഷണന്റെ സദ്ഗുണങ്ങളെക്കുറിച്ചും ഈ ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചോദ്യം ചോദിച്ചിട്ടും മനസ്സിലാവില്ല എന്നാണ് ഹനുമാന്റെ അഭിപ്രായം. ഒരാളെ കാണുമ്പോൾ നിശ്ചയിക്കാനുള്ള ശക്തി വേണം. ആ ശക്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഒരാൾ എങ്ങനെയാണ് എന്നുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ സുഗ്രീവന്റെ അടുത്ത് പറഞ്ഞു, ചെന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ആലയേനം ഹരിശ്രേഷ്ഠ ദത്തമസ്യ അഭയം മയാ വിഭീഷണോ വാ സുഗ്രീവ യദി വാ രാവണ സ്വയം. ആനയേനം ഹരിശ്രേഷ്ഠ, ചെന്നു കൊണ്ടുവരും. ഞാനിതാ അഭയം നൽകിയിരിക്കണമെന്നാണ്. ദത്തമസ്യ അഭയം മയ. വിഭീഷണൻ തന്നെ ആയിരിക്കണമെന്നില്ലേ, രാവണനാണെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നോളൂ എന്നാണ്. വിഭീഷണോ വാ സുഗ്രീവ യദി വാ രാവണസ്വയം. രാവണൻ തന്നെ ആണെങ്കിലും വന്നിരിക്കുന്നത് ഞാനിതാ അഭയം കൊടുത്തിരിക്കുന്നു, കൂട്ടിക്കൊണ്ടുവരൂ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോ സുഗ്രീവന്റെ അടുത്ത് ചോദിച്ചപ്പോ സുഗ്രീവൻ പറഞ്ഞു, സ്വന്തം ജ്യേഷ്ഠനെ വിട്ടിട്ട് ശത്രുപക്ഷത്ത് ചേരാൻ വരുന്ന ആളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് സുഗ്രീവൻ ചോദിക്കണം. അപ്പൊ ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു, അത്രയേ ഉള്ളൂ. ഈശദുത്സ്മയമാനസ്തു ലക്ഷ്മണം പുണ്യലക്ഷണം. ലക്ഷ്മണനെ നോക്കി ഈശത് ഉത്സ്മയമാന, അല്പം ഒരു മന്ദഹാസം എന്നാണ്. ആ ചിരിയിൽ തന്നെ സുഗ്രീവൻ ചൂളിപ്പോയി. എന്താന്ന് വെച്ചാൽ ആ ചിരിച്ചപ്പോ സുഗ്രീവന് മനസ്സിലായി, ഞാനും ചെയ്തത് പലപ്പോഴും നമ്മൾ ചെയ്യണത് അങ്ങോട്ട് മറന്നുപോവേ. ഞാനും ചെയ്തത് അതാണല്ലോ, ബാലിയെ ഏട്ടനെ രാമനെ കൊണ്ട് കൊല്ലിച്ചു. എന്നിട്ടാണ് ഇപ്പോ വേറെ ഒരാളുടെ മേലെ ആ കുറ്റം പറയണത്. അപ്പോ രാമൻ പറഞ്ഞു, എല്ലാ സഹോദരന്മാരും എന്റെ ഭരതനെ പോലെ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ന സർവേ ഭ്രാതരസ്താത്
ഭവന്തി ഭരതോപമാഹ. ഒന്നുകൂടെ ചേർത്തു, മദ്വിധാവാ പിതുഃ പുത്രാഹ. അത് പല സ്ഥലത്തും പറയുന്നുണ്ട് രാമായണത്തിൽ. എന്നെ പോലെ ഒരു മകനും ഉണ്ടാവില്ല. അച്ഛൻ കാട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോഴേക്കും പോവാനും രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവാനും ഒന്നും ഉണ്ടാവില്ല. ഇനി വരുന്ന പരമ്പരയൊക്കെ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് മദ്വിധാവാ പിതുഃ പുത്രാഹ. സുഗ്രീവനിത്തിരി വിഷമമായി. സുഹൃദശ ഭവദ്വിധാഹ. അങ്ങേപോലെ സുഹൃത്തുക്കളും ഉണ്ടാവില്ല. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ് ചേരുമ്പോ എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ആള്. പലർക്കും സംശയം, രാമൻ എന്തിനെത്രയൊക്കെ വിഷമിച്ച ആ ബാലിയെ കൂട്ടുപിടിച്ചാൽ പോരായിരുന്നു. സുഗ്രീവനേക്കാളും ബലശാലിയാണ്. ബാലിയെ വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് കാര്യം, വേറൊന്നുമല്ല. ബാലിയെ വിശ്വസിക്കാൻ സാധ്യമല്ല. സുഗ്രീവന് ഈ ദീർഘബന്ധു എന്ന് പേര്. എന്നുവെച്ചാൽ ചില ആളുകളുടെ ഇടത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വന്നാൽ തെറ്റിപ്പിരിയേ ഇല്ല, മനസ്താപമേ ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലഹള കൂടിയാ പോലും വിട്ടുപോകില്ല. പിന്നെയും അത് മനസ്സിലാക്കി അറിഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ദീർഘബന്ധു എന്ന് പേര്. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയൊക്കെ ഉണ്ടായാലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായാലും വിട്ടുപോകില്ല എന്നാണ്. സുഗ്രീവൻ അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് സുഗ്രീവനെ പറയണം, അങ്ങേപോലെ ഒരു ബന്ധു എവിടെ കിട്ടും? ചെന്ന് വിളിച്ചുകൊണ്ടുവരൂ. മിത്രഭാവേന സംപ്രാപ്തം നത്യജേയം കഥഞ്ചന ദോഷോ യദ്യപി തസ്യ സ്യാത് സതാം ഏതദ് അഗർഹിതം. മിത്രഭാവേന, നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒരാള് കൂട്ടുകാരനായിട്ട് വന്നാൽ ഒരു നിയമം പറയാണ് ഭഗവാൻ. കൂട്ടുകാരനായിട്ട് ഒരു സഖ്യഭാവത്തോടു കൂടെ വന്നാല് ഒരു കാരണവശാലും ഞാൻ ഉപേക്ഷിക്കില്ല. അവന് എന്ത് ദോഷം ഉണ്ടാവട്ടെ, അവന്റെ ഉള്ളിൽ എന്തൊക്കെ ദോഷം ഉണ്ടാവട്ടെ, എന്റെ അടുത്ത് സഖ്യഭാവത്തോടുകൂടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിട്ടുകളയില്ല. എന്താന്ന് വെച്ചാൽ സജ്ജനങ്ങൾ ആ വഴി പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് നമ്മളോട് ഉത്തമമായ സ്നേഹമുണ്ടെങ്കിൽ, അയാൾക്ക് ദോഷമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ശരിയാക്കാനുള്ള വഴിയൊക്കെ നോക്കണം. കർണനെ പോലെ ആവരുത്. കർണൻ ദുര്യോധനനിൽ ദോഷമുണ്ടെന്ന് അറിയാം, എങ്കിലും അയാൾ വിചാരിച്ച് ശരിയാക്കാൻ പറ്റുമായിരുന്നു, ശ്രമിച്ചതേയില്ല. ദോഷോ യദ്യപി തസ്യ സ്യാത്, അയാളിൽ എന്തു ദോഷം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ഉപേക്ഷിക്കില്ല. മറ്റൊരു കാര്യം, ഈശ്വരന് ജീവന്റെ അടുത്ത് സഖ്യഭാവമാണ്. സഖാ സഖായമബ്രവീത്. ഈശ്വരൻ സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് അറിഞ്ഞാൽ നിനക്ക് ശാന്തി വരുന്നു. ഭഗവാൻ നമ്മളുടെ ഫ്രണ്ട്, ഭഗവാൻ നമ്മളുടെ മിത്രം ആയി കഴിയുമ്പോൾ ശാന്തി വരും. മിത്രഭാവേന ഭക്തിയില് വാത്സല്യഭക്തിയുണ്ട്, ദാസ്യഭക്തിയുണ്ട്, സഖ്യഭക്തിയുണ്ട്, മധുരഭക്തിയുണ്ട്. ആ സഖ്യഭക്തിയാണ് മിത്രഭാവം. ഭഗവാൻ സഖാവായിട്ട് തീരുകയാണ്, ഫ്രണ്ടായിട്ട് തീരുകയാണ്. അങ്ങനെ ആവുമ്പോൾ അവനിൽ എന്ത് ദോഷം ഉണ്ടെങ്കിലും ഞാൻ കൂടെ നിന്ന് പതുക്കെ 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 ശരിയാക്കി കൊണ്ടുവരും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. കണ്ണാടി കാണിക്കണതിനേക്കാളും ഭംഗിയായിട്ട് കാണിച്ചു തരും നമ്മളിൽ എന്ത് ദോഷമുണ്ട്, എങ്ങനെ പോകണം, ഇല്ലേ? കൃഷ്ണൻ അങ്ങനെയാണ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള കൂട്ട് മഹാഭാരതത്തിൽ പല സ്ഥലത്തും കൃഷ്ണൻ പറയണു, ഞാൻ പാർത്ഥനാണ്, പാർത്ഥൻ ഞാനാണ്. സഞ്ജയനെ അവസാനമായിട്ട് ദൂതിനയച്ചു ധൃതരാഷ്ട്രർ.
സഞ്ജയൻ ചെന്ന് കണ്ടത് ഒരു സ്പെഷ്യൽ റൂമിലേക്ക്. കൃഷ്ണൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു റൂമിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കാണുകയാണ് സഞ്ജയൻ. അപ്പോൾ ധൃതരാഷ്ട്രരുടെ അടുത്ത് തിരിച്ചു വന്ന് പറയാണ്, നമ്മൾ തോറ്റു പറയാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ അർജുനൻ കിടന്നുറങ്ങുന്നു. അർജുനന്റെ കാലെടുത്ത് കൃഷ്ണൻ തന്റെ മടിയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സത്യഭാമ ഉണ്ട് കൂടെ. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ തോറ്റു. യസ്യ ഗോപ്ത ജഗദ്ഗോപ്ത ശംഖചക്രഗദാധര. ഭീഷ്മർ ഇടയ്ക്കിടയ്ക്ക് പറയാം ഭാരതത്തിലെ എങ്ങനെ ജയിക്കുന്നു. യസ്യ ഗോപ്ത ജഗദ്ഗോപ്ത ശംഖചക്രഗദാധര. മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയം കഥഞ്ജന. ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല. അവനിൽ എന്ത് ദോഷം ഉണ്ടാവട്ടെ, നമുക്ക് എത്തൊക്കെ ദോഷത്തോടുകൂടെ നമ്മളെ ഭഗവാന് കൊടുക്കുകയാണ്. ചിലപ്പോൾ ചില വീടൊക്കെ വിൽക്കുമ്പോഴേ റിപ്പയർ ചെയ്തിട്ട് കൊടുക്കും. എങ്ങനെയുണ്ടോ അങ്ങനെ നിങ്ങൾ റിപ്പയർ ചെയ്തോളൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയണ പോലെ നമ്മളിൽ എന്തൊക്കെ ദോഷമുണ്ടോ ആ ദോഷത്തോടുകൂടെ ഭഗവാന് ശരണാഗതിയാണ്. ഭഗവാൻ ശരിയാക്കിക്കൊള്ളണം. നമ്മൾ വിചാരിച്ചിട്ട് പോകുന്നു ഉരുപ്പടിയാവണില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പറയാം, റിപ്പയർ ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഇങ്ങനേതാ ഇതേപോലെ ഞാൻ ഇങ്ങോട്ട് തരികയാണ്. മുനിസിപ്പാലിറ്റിക്കാർക്ക് കൊടുക്കണ കവറ് പോലെയാണ് ചിലപ്പോ. അതൊക്കെ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കി അങ്ങോട്ട് എടുത്തോളൂ എന്നാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ അപ്പോഴും ഭഗവാൻ പറയാ, ഞാൻ വിട്ടുകളയിലാണ്, അവനെ ഞാൻ ഉപേക്ഷിക്കില്ല. അടുത്ത ശ്ലോകമാണ് ശരണാഗതി. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യഃ ദദാമി ഏതത് വ്രതം മമ. നമ്മളൊക്കെ ഒരു വ്രതം എടുക്കുന്ന പോലെ, വ്രതം എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻ, ഒരു നിഷ്ഠ. ഭഗവാൻ പറയാ എനിക്കൊരു വ്രതമുണ്ടെന്നാണ്. എന്താ വ്രതം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഞാൻ അങ്ങയുടെ ആണ് എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്താൽ അവന് ഞാൻ അഭയം നൽകുന്നു. ഫിയർലെസ് റെഫ്യൂജ്. ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവന് ലോകത്തിൽ ഒന്നിൽ നിന്നും അവന് ഭയം ആവശ്യമില്ല. അവന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുകയാണ്. സകൃദേവ്, സകൃത് ശബ്ദത്തിന് ഒരു പ്രാവശ്യം എന്നർത്ഥം. മറ്റൊരർത്ഥം സമ്പൂർണമായിട്ട് എന്നർത്ഥം. പരിപൂർണമായിട്ട്, സമ്പൂർണമായിട്ട് പ്രപത്തി ആര് ചെയ്യുന്നുവോ, തവാസ്മി ഞാൻ അങ്ങയുടെ ആണെന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്യുന്നു. യാചത്തെ. രാമാനുജാചാര്യർ ഇതിന് ഒരുപാട് വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. രക്ഷിഷ്യതീതി വിശ്വാസ, ഭോക്തൃത്വ വരണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാൻ രക്ഷിക്കുമെന്നൊരു വിശ്വാസം, ഭഗവാനാണ് നമ്മളുടെ എല്ലാം ഇൻചാർജ് എന്നുള്ള ഒരു ഭാവം. ഇങ്ങനെയൊക്കെ ശരണാഗതി ചെയ്തവന് അഭയം. സർവഭൂതേഭ്യ, ആരിൽ നിന്നും ഭയമില്ല. ഭഗവാൻ രമണ മഹർഷി സമാധിയാവാൻ പോണു 2 ദിവസം മുമ്പ്. ഭക്തന്മാർക്കൊക്കെ ഒപ്പം കുറച്ചു നേരെ സമയം കിട്ടുള്ളൂ. ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ വരിവരിയായിട്ട് പോകും. അപ്പോ സബ് രജിസ്ട്രാർ നാരായണയ്യർ എന്ന് പറഞ്ഞൊരു ഭക്തൻ, അദ്ദേഹം വളരെ അടുത്ത ഒരു ഭക്തനായിരുന്നു. പെട്ടെന്നൊരു പേടി ഉള്ളിൽ വന്നു. ഇനിയിപ്പോ ഇവിടെ ഭഗവാനെ കാണില്ല, ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. പേടി തോന്നി. സംസാരിക്കാൻ പാടില്ല, മഹർഷിയുടെ ശ്രദ്ധ ആകർഷിക്കരുത് എന്നൊക്കെ ഇൻസ്ട്രക്ഷനാണ്. അടുത്ത് നിന്നും ഒന്നും പറയാനോ ഒന്നും പറ്റില്ല. എന്നാലും പേടി വന്നപ്പോൾ ഒരു കടലാസ തുണ്ടില് അഭയം തരണം എന്ന് പറഞ്ഞ് തെലുങ്കിൽ എഴുതിയിട്ട് പോകുമ്പോ അടുത്ത് ചെന്നതും അതിങ്ങോട്ട് മേത്തേക്കിട്ടു, ആരും കാണാതെ. ഭഗവാൻ അത് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് തന്നിരിക്കണു. ദത്തമസ്യ അഭയം മയാ.
അഭയം തരപ്പെട്ടിരിക്കുന്നു, ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഭയപ്പെടണ്ട, അഭയം എന്ന് പറഞ്ഞ് അഭയം സർവഭൂതേഭ്യഃ ദദാമി ഏതത് വ്രതം മമ. ഭഗവാൻ പറയാണ് ഇതെന്റെ വ്രതമാണെന്നാണ്. ഈശ്വരനുള്ള വ്രതം എന്താ? ശരണാഗതി രക്ഷ എന്നുള്ളതാണ്. ഭഗവാന് ശരണാഗതി ചെയ്യുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഭയപ്പെടരുത്, ദുഃഖിക്കരുത്. ശോകം മാ കാർഷീഹി. സർവധർമാൻ പരിത്യജ്യ മാമേകം. എല്ലാ ഉദ്യമങ്ങളും വിട്ട് ശരണാഗതി ചെയ്യുന്നു. ഇത് ഭക്തിയുടെ ഏറ്റവും പരാകാഷ്ഠയാണ്. ഇതാണ് ഇവിടെ ഇങ്ങനെ ചെയ്ത വിഭീഷണനെ ഭഗവാൻ എങ്ങനെ നോക്കി എന്ന് വാൽമീകി പറയാണ്. ലോചനാഭ്യാം പിബന്നിവ. രണ്ട് കണ്ണുകൾ കൊണ്ട് കുടിക്കുന്ന പോലെ നോക്കിയത്ര. ഭഗവാനാണ് ഭക്തനെ എങ്ങനെ നോക്കണത്. ലോചനാഭ്യാം പിബന്നിവ. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട, ഇപ്പൊ തന്നെ പട്ടാഭിഷേകം ചെയ്തേക്കാന്ന്. സമുദ്രതീർത്ഥം കൊണ്ടുവന്ന് വിഭീഷണന് പട്ടാഭിഷേകം ചെയ്തു ലങ്കാധിപതിയായിട്ട്. എന്തോ കോൺഫിഡൻസ് നോക്കൂ. യുദ്ധം ജയിക്കണമെന്നൊന്നുമില്ല, അവിടെ തന്നെ പട്ടാഭിഷേകം ചെയ്തു. ഇതിന് വ്യാഖ്യാതാക്കൾ പറയും, ഒരു സമയം ഒരു പക്ഷേ രാവണൻ വന്ന് ശരണാഗതി ചെയ്തിരുന്നു എങ്കിൽ ഇതെന്താവും? ഒരു യുക്തിയാണ്. അപ്പോ പറയാണ്, ആ അയോധ്യയില് വിഭീഷണനെ ഞാൻ പിടിച്ചിരുത്തും എന്നാണ്. അവനൊരു കൊടുത്ത സാമ്രാജ്യം ശാശ്വതമാണ്. അങ്ങനെ വിഭീഷണ ശരണാഗതി ഇത് രാമായണത്തിലെ ഭക്തിക്ക് വളരെ വളരെ ശ്ലാഘനീയമായൊരു സന്ദർഭമാണ്. നമ്മളും ഒക്കെ തന്നെ ജീവിതത്തില് അഭയമാണ് കാക്ഷിക്കുന്നത്. ഫിയർലെസ്നെസ്. അഭയം എന്ന് വെച്ചാൽ ഭയമില്ലാത്ത അവസ്ഥ. അദ്വൈത വേദാന്ത പ്രകാരം രണ്ടാമതൊന്നുള്ള വരെ ഭയം ഉണ്ടാവും. ദ്വിതീയാത് വൈ ഭയം ഭവതി. രണ്ടാമതൊന്നുണ്ടോ? ഭയമുണ്ട്. ഞാൻ നീ എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ തന്നെ ഭയമുണ്ട്. എപ്പോ രണ്ടാമതൊരു വസ്തു ഇല്ലയോ ഭയപ്പെടാൻ അന്യമായ ആരുമില്ല. അപ്പൊ ജ്ഞാനം കൊണ്ടേ ഭയം നിവൃത്തിയാവുള്ളൂ. ആത്മജ്ഞാനം കൊണ്ടേ ഭയം പരിപൂർണമായി നിവൃത്തിയാവും. അപ്പൊ ഭക്തി കൊണ്ടാവല്ലേ? ഭക്തി കൊണ്ട് ജ്ഞാനം വരും. രണ്ടാമതൊരു വസ്തു ഇല്ലാത്ത അനുഭൂതി വരും. അപ്പോ ഭയം നിവൃത്തിയാവും. ഈ ഭക്തി എന്നും ജ്ഞാനമെന്നും ഒക്കെ നമ്മൾ പിരിച്ചു പറയുന്നുണ്ടെങ്കിലും വാസ്തവമായി ഈ അഭിമാനം, ജീവഭാവം നിശേഷം അടങ്ങിപ്പോകുന്നത് തന്നെയാണ് ജ്ഞാനം. അത് തന്നെയാണ് ഭക്തി. ഒന്ന് ശരണാഗതി കൊണ്ട് നടക്കുന്നു, മറ്റൊന്ന് ആത്മവിചാരം കൊണ്ട് നടക്കുന്നു. ഞാൻ എന്നുള്ള അഹങ്കാരം അതെന്താണെന്ന് ആരാഞ്ഞു നോക്കി അത് വാസ്തവമല്ലെന്ന് അനുഭവം കൊണ്ട് അറിഞ്ഞ് ശുദ്ധമായ ചൈതന്യം, ആ ബോധം മാത്രമേ ഉള്ളൂ, അതാണ് വാസ്തവമായ സത്യം എന്ന് അറിയുന്നതാണ് ജ്ഞാനം. ആ സത്യത്തിനെ ഭഗവാൻ എന്ന ഭാവത്തോടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഭക്തിയായി, വേറൊന്നുമില്ല. ഇപ്പോ ഈ ജ്ഞാനത്തിന് ആണ് പറഞ്ഞത് ശമോ വിചാര സന്തോഷ. വിചാരം പറഞ്ഞു, സന്തോഷം പറഞ്ഞു. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവൻ, ചിത്തം ആരുടെ ശുദ്ധമായിട്ട് നിർമ്മലമായിട്ട് ഇരിക്കുന്നു അവന്റെ മനസ്സിൽ ആത്മാ പ്രകാശിക്കും. മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന. മനസ്സുകൊണ്ട് വേണം ഈ സത്യത്തിനെ അറിയാൻ എന്ന് ഉപനിഷത്ത് വാക്യം. മനസ്സുകൊണ്ട് ഈ സത്യത്തിനെ അറിയാൻ പറ്റില്ല. നേദം എൻ മനസാ ന മനുതേ എന്നും വാക്യമുണ്ട്. രണ്ടും കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. മനസ്സ് ശുദ്ധമായി കഴിയുമ്പോൾ, രാഗദ്വേഷ വിഹീനമായി കഴിയുമ്പോൾ
മനസ്സിലാണല്ലോ അവിദ്യ, മനസ്സിലാണല്ലോ അജ്ഞാനം. ആത്മാവിലെ അവിദ്യയും അജ്ഞാനവും ഒന്നുമില്ല, അത് നിത്യശുദ്ധമാണ്. അപ്പൊ മനസ്സിലുള്ള ആ ദോഷം നീങ്ങിക്കഴിയുമ്പോൾ തേറ്റാമ്പരൽ പൊടിയിട്ട വെള്ളം അതിൻ്റെ അഴുക്ക് മാറി നിർമ്മലമാകുമ്പോൾ അടിത്തട്ട് കാണുന്ന പോലെ ചിത്തത്തില് ഈ ബ്രഹ്മവിചാരം കൊണ്ട് ചിത്തം ശുദ്ധമാവുമ്പോൾ നിർമ്മലമാവുമ്പോൾ അധിഷ്ഠാനമായ ആത്മതത്വം അറിയപ്പെടും. അത്രയേ ഉള്ളൂ. അപ്പൊ ചിത്തം ശുദ്ധമാവാൻ ഉള്ള സാധന എന്താണോ അതാണ് അനുഷ്ഠിക്കേണ്ടത്. ഒന്ന്. രണ്ട്, ചിത്തം കൊണ്ട് ഈ അദ്വൈതജ്ഞാനം അറിയണം. മനസൈവേദം ആപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന മൃത്യോസ മൃത്യു ആപ്നോതി യൈഹ നാനേവ പശ്യതി. പലതായിട്ട് കാണുന്നവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നതാണ്. വീണ്ടും വീണ്ടും ജനനം മരണം എന്ന് പോകും. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ശക്തി തന്നെ അവിദ്യയാണ്. ഞാനുണ്ട്, നീ, അവൻ, ഞങ്ങൾക്ക് തമ്മിൽ ഇന്ന ബന്ധങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ആണല്ലോ മനസ്സ്. അതിനൊക്കെ മൂലം എന്താ? പലതുണ്ടെന്നുള്ള ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഈ ഇണ്ടലാണ് മനസ്സ്. ഉണ്ടായൊരു ഇണ്ടൽ ബതമിണ്ടാവതല്ല മമ. ഈ ഇണ്ടലാണ് മനസ്സ്, ഈ അവിദ്യയാണ് മനസ്സ്. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ. പണ്ടേ കണക്കെന്ന് വെച്ചാൽ ഓങ്കാരമായ പൊരുൾ മാത്രമുള്ള അവസ്ഥ, രണ്ടാമതൊന്നില്ല. ആത്മാവായി എല്ലാം ആത്മസ്വരൂപമായി അറിയപ്പെടാനായിട്ട് നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ജ്ഞാനോപദേശം വേണം, സത്സംഗം വേണം, മനനം വേണം. അങ്ങനെ ചിത്തം നിർമ്മലമായാൽ ആത്മതത്വം അതിൽ പ്രകാശിക്കും. ചിത്തം വക്രമായാൽ മ്ലാനമായ കണ്ണാടിയിൽ, ചിലപ്പോൾ ചില കണ്ണാടിയിലൊക്കെ മുഖം നോക്കിയാൽ ഇങ്ങനെ കാണും അല്ലേ? ചില കണ്ണാടി ഈ കുട്ടികൾക്ക് കളിക്കാൻ തന്നെ അങ്ങനത്തെ കണ്ണാടിയൊക്കെ ഉണ്ട്. അത് കൂടെ നോക്കിയാൽ മതി. മൂക്കിങ്ങനെ കുറേ ദൂരത്തിൽ കാണും. ഒരു കണ്ണ് ഇവിടെയും ഒരു കണ്ണ് അവിടെയൊക്കെ കാണും. കണ്ണാടിയുടെ ദോഷമാണത്, ദർപ്പണത്തിന്റെ ദോഷമാണത്. അപ്പോ മ്ലാനേ വക്രമിവാദർശേന ജ്ഞാനം പ്രതിബിംബതി. നാഭിവാഞ്ചതി അസംപ്രാപ്തം പ്രാപ്തം ഭുങ്ക്തേ യഥാക്രമം. കിട്ടാത്തതൊന്നും ആഗ്രഹിക്കുന്നില്ല, കിട്ടിയത് സന്തോഷമായി അനുഭവിക്കണമെന്നാണ്. യസ്തു സൗമ്യ സമാചാര. വേണ്ടാത്തതിന് പുറകെ ഓടി നടക്കാതായാൽ തന്നെ സൗമ്യമാവും, നല്ല ശാന്തമാവും. ആരോടും ദ്വേഷമില്ലാതായാൽ തന്നെ ശാന്തമാവും. ഒന്നും ശണ്ട കൂടാൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ശാന്തമാവും. യസ്തു സൗമ്യ സമാചാര സന്തുഷ്ട ഇതി കഥ്യത്തെ. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സന്തുഷ്ടൻ എന്ന് പറയണത്. സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിഹ യഃ സമലംകൃതഃ തമമലം പ്രണമന്തി നരോത്തമ അപി മഹാമുനയോ രഘുനന്ദന. സമത്വം നേടിയ ആ സന്തുഷ്ടനെ മഹാമുനികൾ പോലും വണങ്ങും. വിശേഷേണ മഹാബാഹു സംസാരോത്തരണേ നൃണാം സർവത്ര ഉപകരോതീഹ സാധു സാധു സമാഗമഃ. അടുത്തത് സാധുസംഗമമാണ്. ഹേ മഹാബാഹു, ഈ സംസാര സമുദ്രത്തിനെ തരണം ചെയ്യാൻ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം ഭക്തന്മാരൊക്കെ ചേർന്നിരുന്ന് സത്സംഗത്തിലിരിക്കുന്നുണ്ടല്ലോ, അതാണ്. രണ്ട് മഹാപുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ കിട്ടിയാൽ വലിയ ഉപകാരമാവുന്നതാണ്. സാധു സാധു സമാഗമഹം ഇല്ല. ഇപ്പൊ ഭാഗവതത്തില് ആരംഭ അധ്യായങ്ങളിലും കുറെ ഇങ്ങനെ സംവാദങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്കന്ധം തൊട്ട് തുടങ്ങി ശുകബ്രഹ്മ മഹർഷിയും പരീക്ഷിത്തും കൂടിയുള്ള സംവാദം. പിന്നെ മൂന്നാമത്തെ സ്കന്ധത്തില്
വിതുരനും മൈത്രേയനും കൂടിയുള്ള സംവാദം. 4-ാമത്തെ സ്കന്ധത്തിൽ അതിൽ തന്നെ അവിടെ കപില ദേവഹൂതിക്ക് ഉപദേശം. യോഗ്യതയുള്ള ഒരു ശിഷ്യനെ കിട്ടുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. അത് നല്ല വഴികാട്ടിയായിരിക്കും, നമുക്ക് നല്ല ഗൈഡായിരിക്കും. ചോദ്യം ചോദിക്കാനും ആളുകൾക്ക് അറിയണമല്ലോ. എന്തെങ്കിലും ഒന്നും ചോദിക്കാൻ പാടില്ല അല്ലേ? ഒരു മഹാപുരുഷന്റെ അടുത്ത് പോയി എന്താണ് ചോദിക്കേണ്ടത് എന്നറിയണ്ടേ? അങ്ങനെ ചോദിക്കാൻ അറിയുന്ന ഒരാൾ വരുമ്പോൾ ആ സത്സംഗം നല്ല സാഫല്യത്തിലെത്തും. ഒരു ചോദ്യം ശിഷ്ടമായിട്ടിരിക്കണം. അപ്പോ അതിനുള്ള ഉത്തരം, ചോദ്യം ചോദിക്കാനും ഒരു യോഗ്യത വേണം. അതാണ്. അതുകൊണ്ടാണ് സത്സംഗത്തിൽ കേൾക്കുമ്പോഴേക്കും ചോദ്യം ചോദിക്കാൻ പുറപ്പെടാനും പറ്റില്ല. ഇരിക്കണം, പതുക്കെ പതുക്കെ പതുക്കെ. സത്സംഗത്തിൻ്റെതായ ഒരു ചാതുര്യമുണ്ട്. ആ രീതിയിൽ വേണം ചോദ്യം വരാൻ. സ്കൂൾ പോലെ ഇങ്ങനെ കാണിച്ച് എണീറ്റ് നിൽക്കാനും പറ്റില്ല. അവിടെ നമുക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ പോകും. ചോദ്യം നല്ല ചോദ്യമാണെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹം. അപ്പോ 2 പേര് ലാസ്റ്റിൽ നോക്കൂ, ഉദ്ധവനും ഭഗവാനും. അത് ആ ഉദ്ധവഗീതയെ ആനന്ദസമുദ്രം എന്നാണ് വ്യാസൻ വിളിക്കുന്നത്. ഉദ്ധവൻ ഉപദേശിച്ചത് എന്താന്ന് വെച്ചാൽ ആനന്ദസമുദ്രം. യേതദ് ആനന്ദസമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം. എന്താന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്ന ആള് പരമഭക്തനാണ്. ഒരു സ്പിരിച്വൽ ഫ്ലവറിങ് വന്ന ആള് ചോദ്യം ചോദിക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ഒരു ശാസ്ത്രത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഭക്തി ശ്രദ്ധയോടുകൂടെ ചോദ്യം വരണം. യുക്തിവിചാരം ചെയ്യാം ശ്രദ്ധാഭക്തിയോടുകൂടെ. കാരണം ഈ പറഞ്ഞു തരുന്ന ആളുകള് ആ ഋഷിമാരുടെ വില അറിഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചാലേ ശരിയാവുള്ളൂ. അങ്ങനെ 2 സംവാദം നടക്കുമ്പോ സർവത്ര ഉപകരോതി, അത് എല്ലാവർക്കും ഉപകാരമായിട്ട് തീരും. ലോകത്തിന് മുഴുവൻ മംഗളമായിട്ട് തീരും. ശൂന്യം ആപൂർണതാമേതി മൃത്യുരപി അമൃതായതേ ആപത് സമ്പദിവാ ഭാതി വിദ്വജ്ജന സമാഗമാത്. അദ്ഭുതമായ ശ്ലോകം. ജീവിതത്തിൽ വളരെ ദുരിതം വിഷമമൊക്കെ പിടിച്ചിരിക്കുമ്പോ ഒരു മഹാപുരുഷ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ശൂന്യം എന്ന് തോന്നുന്ന ആ സന്ദർഭം നമുക്ക് പൂർണ്ണമായിട്ട് തീരും. ശൂന്യം ആപൂർണതാമേതി. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ മഹാപുരുഷന്മാരുടെ അനുഗ്രഹം കൊണ്ട് ചിലപ്പോൾ ഡിസോൾവ് ആകും. ചില കാര്യങ്ങള് നമ്മൾ ചെയ്തിട്ട് ശരിയാവില്ല. അവിടെ അലൗകികമായ ഒരു ടച്ച് വേണം. ഒരു വർഷം മുമ്പ് കേട്ട ഒരു നല്ല കഥ, ഒരു അദ്ഭുതമായ കഥ. ഒരു ഗുജറാത്തി ബിസിനസ്മാൻ, അദ്ദേഹം ബിസിനസ് നടത്താണ്, വലിയ പണക്കാരൻ. ആ ബിസിനസ് ഒക്കെ അദ്ദേഹത്തിന് നല്ല സത്സംഗം, ഒരു ഗുരുവും ഉണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ പോവുകയും സത്സംഗത്തിന് ഇരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പൊതുവേ ഈ ആളുകള് ബിസിനസ്സും ഇതും കൂടെ അവിടെ പോയി ആശ്രമത്തിൽ ധാരാളം പണമൊക്കെ കൊടുക്കും, അവിടെയും ചിലപ്പോൾ ഒരു ആളുകളായിട്ട് നിൽക്കും എന്നല്ലാതെ
സത്സംഗം ഒരു ലിമിറ്റിന് മേലൊന്നും ഉപയോഗപ്പെടില്ല. ഒരു ഭക്തി ഇത്തിരി ഒക്കെ ശരി. അങ്ങനെ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആള് ഒരു സന്ദർഭത്തിൽ പതുക്കെ 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 പല സ്ഥലങ്ങളിലൂടെയും ആ ബിസിനസ് പൊളിഞ്ഞു. ഒരുപാട് കടമായിട്ട് തീർന്നു. ഇയാളത് എന്തൊക്കെ തന്നെ ശരിയാക്കാൻ ശ്രമിച്ചാലും ആ ശരിയാക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴുതി പോയി. വലിയ ദാരിദ്ര്യവും കടവുമായിട്ട് തീർന്നു. വലിയ പ്രശ്നമായി. ഒരുപാട് കിണഞ്ഞു പരിശ്രമിച്ചു. എല്ലാം കൊണ്ടും പരാജയപ്പെട്ടു പോയി. വീട് പോയി, ബാങ്കിൽ കടം മാത്രമേ ഉള്ളൂ, ഭാര്യയും 2 കുട്ടികളുണ്ട്. ഒരു ദിവസം രാത്രി പല പ്രാവശ്യം അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടായിരുന്നു, നല്ല ഒരു സ്വാമി, നല്ല സമ്പ്രദായ വിത്ത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും പ്രശ്നങ്ങളൊക്കെ. അദ്ദേഹം പറയും, ജാഗ്രതയോടുകൂടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. കാരണം ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആഗ്രഹങ്ങൾ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കും. അതൊന്നും എങ്ങനെ പൊളിച്ചു വെളിയിൽ വരും? പത്മവ്യൂഹത്തിൽ കടന്ന പോലെയായി. അപ്പൊ ഈ സ്വാമിയുടെ അടുത്ത് വന്ന് ഒരു ദിവസം രാത്രി 11 മണിക്ക് വന്ന് വിളിച്ചു ആശ്രമത്തിൽ. കുറെ ദിവസമായിട്ട് ഇദ്ദേഹത്തിനെ ആ ഗുരുനാഥൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കർമ്മഫലങ്ങളൊക്കെ ചിലത് ശരിയാക്കാൻ ഒക്കില്ല. അതൊരു വിചിത്രമാണത്. അത് ആർക്കും വഴങ്ങില്ല. അത് ആ സമയത്ത് ആ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും വഴങ്ങിക്കൊടുക്കില്ല. ഇപ്പൊ രാത്രി സമയത്ത് വന്ന് വിളിച്ചുണർത്തി കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ എന്തു ചെയ്യും? നാളെ നേരം വിളിച്ചാവുമ്പോ പ്രശ്നങ്ങൾ തുടങ്ങും. എനിക്ക് ഒരു വിധത്തിലും ഇതിനെ പരിഹരിക്കാനുള്ള വഴി കാണാനില്ല. ഒരു സന്യാസി അദ്ദേഹം എന്ത് ചെയ്യും? മിണ്ടാതിരുന്ന് കേട്ടു. അപ്പൊ അവസാനം ഇയാൾ പറഞ്ഞു, ഞാൻ സൂസൈഡ് ചെയ്യും. അങ്ങ് കൈമലർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി തന്നെ, ഇപ്പൊ ഇവിടുന്ന് തന്നെ, എനിക്ക് വേറെ ഒന്നും വഴിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, വെയിറ്റ്. അകത്ത് ചെന്നിട്ട് ഉള്ളിൽ പോയിട്ട് ഒരു കാഷായ വസ്ത്രം എടുത്തിട്ടു. എന്നിട്ട് പറഞ്ഞു, പിടിക്കും. എന്താ അത്? സന്യാസം. തന്നെ കൊണ്ട് സാധിക്കുമോ നോക്കാൻ, ശാശ്വതമായിട്ട്, ടെമ്പററി ആയിട്ടെങ്കിലും ഇത് എടുത്തോളാം. രാവിലെ എവിടെയെങ്കിലും പോയി മുണ്ടനം ചെയ്തോളാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പേരും ഊരും ഒന്നും മാറ്റി സന്യാസമൊന്നും വിധിവത്തായിട്ടൊന്നും തരണില്ല. നേരെ ഋഷികേശിലേക്ക് പോകും. 6 മാസം ഫോൺ പാടില്ല. അന്ന് ഫോൺ എന്ന് വെച്ചാൽ ലാൻഡ് ലൈനാണ്, അത് പാടില്ല. കത്തെഴുതരുത്. വീട്ടിൽ എന്ത് സംഭവിക്കണോ അന്വേഷിക്കരുത്. ഒന്നും അറിയരുത്. നീ മരിച്ചു കഴിഞ്ഞു. കാരണം സൂസൈഡ് ചെയ്യാൻ പുറപ്പെട്ടതാണല്ലോ. ഇതാണ്, നീ മരിച്ചു കഴിഞ്ഞു, പോയിക്കോളൂ. അയാൾ പോയി. ഈ ഗുരുവിന്റെ അടുത്ത് നല്ല കാലം വിശ്വാസം, പക്ഷേ ഉള്ളിൽ പേടി, വിഷമം. കാരണം വേറെ വഴിയുമില്ല. എല്ലാ ദ്വാരവും അടഞ്ഞു കഴിഞ്ഞു. അപ്പൊ അയാൾ പോയി, വേറെ വഴിയില്ലാതെ പോയി. രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നു. ആ അമ്മയ്ക്കാണെങ്കിൽ സ്കൂൾ പഠിച്ചിട്ടേ ഇല്ല. കാര്യമായിട്ട് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. 2 കുട്ടികളുണ്ട്. അവര് വന്ന് ചോദിച്ചു, ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. പോയി. അയാളെ അന്വേഷിക്കരുത്. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അല്ല, അവിടുന്ന് എന്തെങ്കിലും എനിക്ക് വഴി കാണിക്കണം. നിനക്ക് അറിയുന്ന ഇന്റെ ബുദ്ധി വെച്ചുകൊണ്ട് ശരിയാക്കാൻ നോക്കൂ കാര്യങ്ങളൊന്നും. ഈ അമ്മ പറഞ്ഞു, എനിക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, യാതൊരു വ്യവഹാരവും ചെയ്തിട്ടില്ല, ഞാനെങ്ങനെ ശരിയാക്കും? എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവിക്കണമല്ലോ. നാളെ രാവിലെ കടം അത് ഇതൊക്കെ പറഞ്ഞു വരും.
ശ്രമിച്ചു നോക്കാം. ഇവര് പാവം വല്ലാത്ത പിറ്റിയബിൾ സ്റ്റേറ്റാണ്. അവർ തിരിച്ചുപോയി, വേറെ വഴിയില്ലല്ലോ. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് ഞങ്ങളെ ആരെയും അറിയിക്കരുത്. അദ്ദേഹം പോയ ആള്, ഈ പോയ ആള് അവിടെ എവിടെയോ ഇരുന്നു, സമാധാനമൊന്നുമില്ല, സമാധാനമില്ല, കരച്ചിലും പിഴിച്ചലും ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ ഈ 6 മാസത്തിന്റെ ഉള്ളിൽ ഒരു മാജിക് നടന്നു. ഈ സ്ത്രീ, ഇവർക്കൊന്നും അറിയില്ലല്ലോ, അതാണ് അവരുടെ ബലം. അവർ ഈ കടം വാങ്ങിക്കാൻ വരുന്നവര് ബിസിനസ്സുകാരോടൊക്കെ എന്താണ് പ്രശ്നം, എന്താണ് എൻ്റെ ഭർത്താവ് ചെയ്യുക, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ തന്നെ എനിക്ക് സഹായിച്ചു തരൂ, ഇങ്ങനെ. കാരണം ഇയാൾ ആരുടെയും കാലിൽ വീഴില്ല. ഇയാളുടെ ഫ്രണ്ട്സായിട്ടുള്ള ബിസിനസ്സുകാരുടെ അടുത്ത് സഹായമൊന്നും ചോദിക്കില്ല. ഈ അമ്മയ്ക്ക് ഒന്നും അറിയാത്തത് കൊണ്ട് എല്ലാവരോടും സഹായം ചോദിച്ച് അവർ പലരും പല വിധത്തിലുള്ള ഇളവുകളും ചെയ്തു കൊടുത്ത് 6 മാസം കൊണ്ട് അവർ ആ ബിസിനസ് തറവായിട്ട് ഒരുമാതിരി ശരിയാക്കി ഓടിക്കാൻ തുടങ്ങി. പിന്നെ ഒരു വർഷം ആവുമ്പോഴേക്കും ഒരു നല്ലവണ്ണം കാര്യങ്ങളൊക്കെ ശരിയായി. ഈ മനുഷ്യൻ പോയ ആള് തിരിച്ചു വരുമ്പോഴേക്കുണ്ടല്ലോ കുചേലൻ തിരിച്ചു വന്ന പോലെയായി. പ്രശ്നങ്ങളൊക്കെ അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. സ്വാമിജിയുടെ അടുത്ത് വന്ന് സ്വാമിജി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണ്? ഞാനാണ് പ്രശ്നം. അതോടുകൂടെ പിന്നെ ആ ജീവിത പ്രശ്നങ്ങളൊക്കെ അവിടെ ആയി. അയാള് പരിപൂർണമായും അധ്യാത്മമായി. എന്താന്ന് വെച്ചാൽ ഇനി ഈ ബിസിനസ് തുടരണമെന്നില്ല, ഇത് അവസാനിപ്പിച്ചാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ സ്വസ്ഥമായാൽ മതി. പക്ഷെ അദ്ദേഹം ഇതിനകത്തേക്ക് കൈ കടത്തിയില്ല. കാരണം അതാണ് ചിലരുടെ, നമുക്ക് ജാതകദോഷമെന്നോ എന്തോ പറയാം, അവരുള്ളിൽ വന്ന പ്രശ്നമാണ്. പരിഹരിക്കാനേ പറ്റില്ല എന്നുള്ള ആള് പരിഹരിച്ചു, പഠിപ്പറിവില്ലാത്ത ആള് അത് പരിഹരിച്ചു. അപ്പോ പലപ്പോഴും സത്സംഗം നമ്മൾ വിചാരിക്കുന്ന മരുന്നായിരിക്കില്ല തരണത്. മോസ്റ്റ് അൺഎക്സ്പെക്റ്റബിൾ മെഡിസിൻ. ഇത്രയും പ്രശ്നം നടുവിലുള്ള ഒരാൾക്ക്, ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളും ഇങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിച്ചു, അതിൽ നിന്നും ഉണ്ടായ ഫലം. അപ്പൊ ഇതൊക്കെ മഹാപുരുഷന്മാരെ കൊണ്ട് അല്ലാതെ പറ്റില്ല. ശൂന്യമാപൂർണതാമേതി, ശൂന്യമെന്ന് തോന്നുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് തീരും. മൃത്യുരപി അമൃതായത്തെ, സൂസൈഡ് ചെയ്യാൻ പോയതാണ്. അമൃതത്വം, ജ്ഞാനം, സന്യാസം. മൃത്യുരപി അമൃതായത്തെ, ആപത്ത്, വലിയ അപകടം, ജീവിതം അനർത്ഥമായിട്ട് തീർന്നു. സമ്പതിവാഭാതി, പരമമംഗളമായിട്ട് തീർന്നു. ഇങ്ങനെ വിദ്വജ്ജന സമാഗമാത്, ശാസ്ത്ര സംഗമം, മഹാപുരുഷ സമ്പർക്കം കൊണ്ട് അത് വളരെ പരമപരിശുദ്ധമായിട്ട് തീർന്നു. യസ്നാതഃ ശീതസിതയാം സാധുസംഗമ ഗംഗയാം കിം തസ്യ ദാനൈഃ കിം തീർത്ഥൈഃ കിം തപോഭിഃ കിമധ്വരൈഃ. ഏത് ഗംഗയിലാ കുളിക്കേണ്ടതെന്ന് വെച്ചാൽ യസ്നാതഃ ശീതസിതയാ, പരമപരിശുദ്ധമായ ശീതളമായ സാധുസംഗമ ഗംഗയാം. സാധു സംഗമം, മഹാപുരുഷ സമ്പർക്കമാവുന്ന ഗംഗാസ്നാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിനി എന്തിന് ദാനം, അവനിനി എന്തിന് തീർത്ഥസ്നാനം, അവൻ എന്ത് തപസ്, എന്ത് യാഗം, എന്ത് യജ്ഞം ഒന്നുകൊണ്ട് നേടാനില്ല. ഇതാണ് ഉത്തമമായ ഗംഗാദാനം. സാധുസംഗമം എന്നുള്ള ഗംഗയാണ് ഏറ്റവും ഉത്തമമായ ഗംഗ. വിച്ഛിന്ന ഗ്രന്ഥയസ്തജ്ഞാഃ സാധവഃ സർവസമ്മതാഃ സർവോപായേന സംസേവ്യാഃ തേഹി ഉപായാഃ ഭവാം ബുദ്ധൗ. വിച്ഛിന്ന ഗ്രന്ഥയഃ, അജ്ഞാന ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോയവർ എന്നുവെച്ചാൽ അഹങ്കാരമാണ് ഗ്രന്ഥി, അഭിമാനം, ജീവഭാവം. അത് ഭിന്നമായ എന്നുവെച്ചാൽ ഞാൻ എന്നുള്ള അഭിമാനം ഉള്ളിൽ നിന്ന് പോയി അത് അഖണ്ഡ സച്ചിദാനന്ദമായ ബ്രഹ്മമാണെന്നുള്ള
അനുഭവം ഉള്ളില് ഉദയം ചെയ്തു. സാധവ സർവസമ്മതാഹ, എല്ലാവർക്കും സമ്മതരായിട്ടുള്ള ഈ സാധുക്കള് സർവോപായേന, എങ്ങനെങ്കിലുമൊക്കെ ഏതൊക്കെ ഉപായം കൊണ്ട് അവർക്ക് സേവ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ വഴിയിൽ അവർക്ക് കൈങ്കര്യം ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യണം രാമ. എന്താന്ന് വെച്ചാൽ തേഹി ഉപായാഹ ഭവാംബുതൗ, ഈ സംസാര സമുദ്രത്തില് അവരാണ് ഉപായം. സംസാരാർണവ താരണ പ്ലവഭൂത ഗുരുഹു, ഉപദേശശാസ്ത്രിയിലോ മറ്റോ വരുന്ന ഒരു വാക്യമാണ്. സംസാര സമുദ്ര തരണം ചെയ്യാനുള്ള പ്ലവം, ഒരു നാവും. അപ്പോ തേഹി ഉപായാഹ, അവരാണ് ഉപായം, വഴി. അവരെ ആശ്രയിക്കാതെ ഈ സത്യസാക്ഷാത്കാരം ഉണ്ടാവില്ല. ഒരു വിളക്കിൽ നിന്ന് വിളക്ക് കൊളുത്തുന്ന പോലെ അനുഭൂതിയുള്ള ഒരാളിൽ നിന്ന് വേണം ഈ അനുഭവം കൊളുത്തിയെടുക്കാനായിട്ട്. അതുകൊണ്ട് സർവോപായേന സംസേവ്യാഹ, പല വഴിക്കും അവരെ സേവിക്കാം, സേവ ചെയ്യണം എന്ന് വെച്ചാൽ അവരിൽ നിന്നും ശ്രവണം ചെയ്യണം, അറിഞ്ഞുകൊള്ളണം, എല്ലാം വേണം. അതാണ് ചത്വാരയേതേ വിമല ഉപായാ ഭവഭേദനേ യൈരഭ്യസ്താഹ തേ ഉത്തീർണാഹ മോഹവാരി ഭവാർണവാത്. ചത്വാരയേതേ വിമലാഹ ഉപായാഹ, ഈ നാലുമാണ് വിമലമായ ഉപായം സംസാര വിമുക്തിക്കായിട്ട്, എന്ന് വെച്ചാൽ ജ്ഞാനത്തിനായിട്ട്, ശാന്തിക്കായിട്ട്. ത്വമേതയാ ഖണ്ഡിതയാ ഗുണലക്ഷ്മ്യാ സമാശ്രിതഃ മനോ മോഹഹരം വാക്യം വക്ഷ്യമാണമിദം ശൃണു. നിന്റെ മനസ്സിന്റെ മോഹത്തിനെ ഹരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഉള്ളിലുള്ള മോഹം, അവിദ്യ, അതിനെ നീക്കം ചെയ്യുന്ന ഒരു കാര്യം ഞാനിപ്പോ പറയാം, കേട്ടുകൊള്ളാം. മോക്ഷോപായ കഥാമേതാം ശൃണ്വതാം അരിമർദ്ദന. ഈ മോക്ഷോപായ കഥ എന്ന് വെച്ചാൽ ഈ ടോക്ക്, കഥനം പറയുക, അല്ലാതെ സ്റ്റോറി മാത്രമല്ല. ഈ ഉപദേശം അനിച്ഛതാമപി, ഈ സത്സംഗം നല്ലവണ്ണം ഒരാൾ ശ്രവണം ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് മോക്ഷമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മുക്തനായി പോകുന്നു. അനിച്ഛതാം അപി ബലാത് പരോ ബോധ പ്രവർത്തതേ. അവൻ എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ആ ബോധം, ആ അറിവ് അവനിൽ ബലമായി പ്രവർത്തിക്കും. അറിവിനെ ഒന്നും ചെയ്യാൻ ഒക്കില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്ര തന്നെ. ഈ അറിവിന്റെ സ്വഭാവം ഇതാണ്. അതുകൊണ്ട് അതിന് എനിക്ക് വേണ്ടെന്നൊന്നും പറഞ്ഞു വെക്കാൻ പറ്റില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ലോഭമോഹാദയോ ദോഷാഃ താനവം യാന്തി അലം ധിയഃ മനഃപ്രസാദമായാതി ശരദീവ അമലം സരഹ. ലോഭം, മോഹം മുതലായ ദോഷങ്ങളൊക്കെ ഉള്ളുന്ന് പോയിട്ട് മനസ്സ് ശരത്കാലത്തിലുള്ള സരസ് പോലെ പ്രസന്നമാവുന്നതാണ്. അതൊക്കെ വാൽമീകിയുടെ ഭാഷയാണ്. ശാരദീവ അമലം സരഹ. ദൈന്യദാരിദ്ര്യദോഷാഢ്യാഃ ദൃഷ്ടയോ ദർശിതാന്തരാഃ ന നികൃന്തന്തി മർമാണി സസന്നാഹമിവേശവഃ. ഹൃദയം നാവിലുംപന്തി ഭീമാഃ സംസൃതി ഭീതയഃ സാമ്യം പരം ഉദേത്യന്തഃ നിർമന്ദര ഇവാർണവഃ. സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതിഃ അന്തഃശീതളതാ ച ഇന്തോഃ ഇവോദേതി വിചാരിണ. ഈ വേദാന്തം ശ്രവണം ചെയ്ത് മനനം ചെയ്ത് വിചാരം ചെയ്യുന്ന ആൾക്ക് സമുദ്രം പോലെ ഒരു ഗാംഭീര്യം വരുമെന്നാണ്. ഗംഭീരം പ്രകൃതിക്ക് സമുദ്രത്തിനോളം നല്ലൊരു ഉപമയില്ല. അനന്തമായ വാരിധി.
ആഴമേറിയ ഭാഗത്ത് അല പോലും ഇല്ലാത്ത കടല്. അതുപോലെ സമുദ്രസ്യേവ ഗാംഭീര്യം. തത്വം അറിഞ്ഞു കഴിഞ്ഞവന് ഇനിയിപ്പോ സംശയമൊന്നും ഉണ്ടാവാനൊക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടാലും ബ്രഹ്മവിത്തിന് അത് അറിവല്ല, അത് സാക്ഷാത്തായിട്ടുള്ള ദർശനമായതുകൊണ്ട് ഇനിയിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അയാളെ വിട്ടുപോകില്ല. ഈ അറിവ് യുക്തി കൊണ്ടൊക്കെ വിചാരിച്ചതൊക്കെ അതിനേക്കാളും നല്ലൊരു യുക്തി ഒരാൾ പറഞ്ഞാൽ മാറിപ്പോകും. അനുഭവം യുക്തി കൊണ്ടൊന്നും മാറിപ്പോകില്ല. എന്തൊക്കെ യുക്തി പറഞ്ഞാലും അനുഭവം മാറിപ്പോകില്ല. അനുഭവം അനുഭവമാണ്, അത് പരമാർത്ഥമാണ്. യുക്തി കൊണ്ട് ഞാൻ ഇന്നതാണ് ശരി, ഇന്ന എന്താ പറയാ പ്രത്യയശാസ്ത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രത്യയശാസ്ത്രമൊക്കെ വേറെ ഒരു യുക്തി വരുമ്പോൾ മാറിപ്പോകും. അത്രയേ ഉള്ളൂ യുക്തിക്ക് ബലം. യുക്തിക്ക് തന്നെ യുക്തി ഇല്ലാതാവും കുറെ കഴിയുമ്പോൾ. അപ്പോ ഈ അനുഭവം അങ്ങനെയല്ല, അത് ഒന്നുകൊണ്ടും തന്നെ ഇളകില്ല. അതുകൊണ്ട് സ്ഥൈര്യം മേരോരിവസ്ഥിതി, മേരുപർവ്വതം പോലെ അത് സ്ഥിരമാണ്, സമുദ്രം പോലെ ഗംഭീരമാണ്. മാത്രമല്ല ഉള്ളില് നല്ല കുളിർമ, അന്തശീതളത. എന്തൊരു പദപ്രയോഗമാണ്! മറ്റൊരു സ്ഥലത്തുമില്ല ഈ പദപ്രയോഗം. രമണ ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു വാക്ക് ഉപയോഗിച്ചു, ചിത്തം കുളിരൻ ഗതിർ ഹസ്തം വൈത്ത് അമുദവായൈത്തിര അരുൺമതി അരുണാചല. ചിത്തം കുളിരന്നു, ചിത്തം, എന്റെ ചിത്തം കുളിരുന്ന പോലെ എനിക്ക് അനുഗ്രഹിക്കുന്നത്. ഈ ചൂടില് ചിത്തം കുളിരൊക്കെ മനസ്സിലാവും നമുക്ക് അല്ലേ? പുറത്തുള്ള ചൂട് കാണുമ്പോഴേ ചിത്തം കുളിരൻ, ഹൃദയത്തിൽ നല്ല കുളിർമ, ശീതളത. ഹിമശീതയാ മതിയാ മത്യ, നല്ല മഞ്ഞുറഞ്ഞ പോലെയുള്ള ശീതളത. ഉള്ളിൽ ശാന്തി എന്നർത്ഥം. ശീതളത എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഉള്ളില് ശാന്തി. കുളിർമ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, ശാന്തി. ഇതൊക്കെ ഉള്ളിലുണ്ടാവുന്നു. സച്ഛാസ്ത്ര സാധുവൃത്തീനാം അവിരോധിനി കർമ്മണി രമതേ ധീഹി യഥാ പ്രാപ്തേ സാധ്വീവ അന്തഃപുരാജിരേ സാ ജീവൻ മുക്തിതാ തസ്യ ശനൈഃ പരിണതിം ഗതാ ശാന്താശേഷ വിശേഷസ്യ ഭവതി അവിഷയാ ഗിരാം. ക്രമേണ ആ ജീവൻ മുക്തി സ്ഥിതി ആ ജ്ഞാനിയിൽ പരിപാകപ്പെട്ട് എല്ലാ യുക്തിക്കും അതീതമായി ചെന്ന് വാക്കുകൾ കൊണ്ട് ഇന്നതെന്ന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലേക്ക് ഉയർന്ന് ജ്ഞാനിയുടെ ഉള്ളിൽ അതിസുന്ദരമായ അനുഭവമായി വിളങ്ങും, സ്വാനുഭൂതിയായി വിളങ്ങും. ഭവതി അവിഷയാഗിരാം, വാക്കുകൊണ്ട് ഇന്നതെന്ന് പറയാൻ കഴിയാത്ത ഏതോ ഒരു അനുഭവ മണ്ഡലമെന്നു. സ്വാനുഭൂതി സമ്പന്നന് അയാൾക്ക് തന്നെ ആ ആനന്ദത്തിനെ ഇന്നതെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഉള്ളില് പൂത്ത് പുഷ്പിച്ചു നിൽക്കും ആ ജീവൻ മുക്തിത. അങ്ങനെ ഇരിക്കുമ്പോ ദൃശ്യതേ ലോകസാമാന്യോ യഥാപ്രാപ്താനുവൃത്തിമാൻ ഇഷ്ടാനിഷ്ടഫലപ്രാപ്തോ ഹൃദയേന അപരാജിതഃ. ലോകത്തിന്റെ ദൃഷ്ടിയില് ആ ജീവൻ മുക്തൻ അയാളെന്താ, അയാളുടെ പ്രാരബ്ധം കർമ്മം ചെയ്യണോ അത് ചെയ്തുകൊണ്ടിരിക്കും. വളരെ വളരെ സാധാരണമായിട്ട് തീരും ഒരുപക്ഷെ. പക്ഷേ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ, സുഖദുഃഖങ്ങൾ കൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ശാന്തചിത്തനായിട്ടിരിക്കും. കൃഷ്ണൻ തെരഞ്ഞെടുത്ത ജോലി നോക്കൂ, ഡ്രൈവറാണ് ഇല്ലേ, തേരോട്ടർ. എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ട് സുഖാസനോപവിഷ്ടേന യഥാസംഭവം അശ്നത ഭോഗജാലം സദാചാര വിരുദ്ധേഷു ന തിഷ്ഠത. സൗഖ്യമായിട്ട് ഇരിക്കുന്നു, തനിക്ക് വിശക്കുമ്പോൾ ഊണ് കഴിക്കും,
എങ്ങനെ വേണോ ഊണ് കഴിക്കും, തൻ്റെ ഭോഗത്തിനെ അനുഭവിക്കുന്നു. സദാചാരത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ അയാളുടെ പ്രാരബ്ധഭോഗം എന്താണോ അത് അനുഭവിച്ചു തീർക്കുന്നു. യഥാക്ഷണം യഥാദേശം പ്രവിചാരയഥാസുഖം യഥാസംഭവ സത്സംഗം ഇമം മോക്ഷകഥാക്രമം. ഏതേത് ദേശത്തിലിരിക്കുന്നു ആ ദേശത്തിന്റെ നിയമത്തിനനുസരിച്ച്, ഏതേത് കാലത്തിൽ അയാൾ ജനിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് പഴയ കാലത്തെ പോലെ അതൊക്കെ മണ്ടത്തരാണ്. ഈ കാലത്തിന് എന്താണോ വേണ്ടത് അതുപോലെ. അതേസമയം ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. സത്സംഗമാദികൾ അയാളിൽ അവിരതം നടന്നുകൊണ്ടിരിക്കുന്നു. ആസാദ്യതേ മഹാന്യേന ബോധസംസാര ശാന്തിതഃ ന ഭൂയോ ന്യായതേയേന യോനിയന്ത്ര പ്രപീഡനം. അയാൾ വീണ്ടും പുനർജന്മത്തിന് വരില്ല എന്നാണ്. യോനിയന്ത്ര പ്രപീഡനം. വീണ്ടും അയാൾ ഗർഭപ്രവേശാദികളൊന്നും ചെയ്തു. ഏതാവതിയപി യേ ഭീതാഃ പാപാ ഭോഗരസേ സ്ഥിതാഃ സ്വമാതൃവിഷ്ടാകൃമയഃ കീർത്തനീയാ നതേ അധമാഃ ശാസ്ത്രോപശമ സൗജന്യപ്രജ്ഞാതജ്ഞ സമാഗമൈഃ അന്തരാന്തരസമ്പന്ന ധർമാർത്ഥോപജന ഉപാർജനക്രിയഃ താവദ്വിചാരയേത് പ്രാജ്ഞഃ യാവദ്വിശ്രാന്തിമാത്മനി സംപ്രയാതി അപുനർനാശാം ശാന്തിം തുര്യപദാവിധാം. ആത്മവിചാരം ചെയ്യണം. ഞാൻ ആര് എന്നുള്ള വിചാരം ചെയ്യണം. ഏതുവരെ ചെയ്യണം എന്ന് വെച്ചാൽ യാവത് വിശ്രാന്തിം ആത്മനി, മനസ്സ് ആത്മാവിൽ പരിപൂർണമായി വിശ്രമിക്കുന്നവരെ വിചാരം ചെയ്യണം. വീണ്ടും നഷ്ടപ്പെട്ടു പോവാത്ത ശാന്തി. ഒരു ദിവസം ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ നല്ല ശാന്തി ഉണ്ടായി, പിന്നെ അത് പോയി. പല ആളുകളും പറയും, സ്വാമി നല്ല ശാന്തി ഒരു ദിവസം അനുഭവം വന്നു, പിന്നെ അത് വരണേ ഇല്ല. അങ്ങനെയല്ല, വീണ്ടും നഷ്ടപ്പെട്ടു പോവാത്ത ശാന്തി വരുന്നവരേക്കും, അതിനാണ് തുരീയം എന്ന് പേര്. ആ തുരീയ പദം വരുന്നവരേക്കും വിചാരയേത്. തുര്യവിശ്രാന്തിയുക്തസ്യ പ്രതീപസ്യ ഭവാർണവാത് ജീവതഃ അജീവതശ്ചൈവ ഗൃഹസ്ഥസ്യ അഥവാ യതേഃ ന കൃതേന അകൃതേനാർത്ഥോ ന ശ്രുതി സ്മൃതി വിഭ്രമൈഃ നിർമന്ദര ഇവാംബോധിഃ സ തിഷ്ഠതി യഥാസ്ഥിതം. ഇതാണ് വാസിഷ്ഠത്തിന്റെ ധർമ്മം. തുര്യവിശ്രാന്തിയുക്തസ്യ, ആ പരമപ്രശാന്തമായ ധാമത്തിൽ ഇരിപ്പുറപ്പിച്ചവന്, ആ ഭൂമികാലാഭം കിട്ടിക്കഴിഞ്ഞ ആൾക്ക് പ്രദീപസ്യ ഭവാർണവ, സംസാരക്കടലിന് അയാൾ വിമുഖനായി കഴിഞ്ഞു. ഇനി ആ ദുഃഖത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കണില്ല. അങ്ങനെയുള്ള ആൾക്ക് ജീവത അജീവതശ്ചൈവ, അയാൾ ജീവിച്ചിരിക്കുമ്പോഴേ ജീവൻ മുക്തനാണ്, ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ വിദേഹമുക്തനാണ്. ഗൃഹസ്ഥസ്യ, അവൻ ഗൃഹസ്ഥനായിരിക്കട്ടെ, അഥവാ യതേഹ യതി, സന്യാസിയായിരിക്കട്ടെ. സന്യാസിയായ ആൾക്കേ ജ്ഞാനം വരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. ഗൃഹസ്ഥസ്യ അഥവാ യതേഹ ന കൃതേന അകൃതേന അർത്ഥഃ, ചെയ്യുന്നത് കൊണ്ടോ ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ അയാൾക്കൊന്നും വരാനില്ല എന്നാണ്. ശ്രുതി സ്മൃതി വിഭ്രമൈഃ, വേദം പറയുന്ന കർമ്മകാണ്ഡ കാര്യങ്ങളോ സ്മൃതികൾ പറയുന്ന ഇന്ന യാഗം ഇന്ന യജ്ഞങ്ങള്, വേദം കർമ്മകാണ്ഡത്തിൽ പറയുന്നത്, സ്മൃതികൾ പറയുന്ന പൂജകള്, ഈ വിഭ്രമം ഒന്നും അയാൾക്ക് ഇനിയില്ല എന്നാണ്. അലയൊഴിഞ്ഞ ആഴി പോലെ അയാള് നിശ്ചലനാണ്. നിർമന്ദര ഇവാംബോധി സതിഷ്ഠതി യഥാസ്ഥിതം. വ്യാവർത്തമാനേഷു വിശ്വതൈജസ പ്രാജ്ഞേഷു കുസുമേഷു സൂത്രമിവ അനുവർത്തമാനം നിർവികൽപ്പ ചൈതന്യം പൃഥക്കൃത്യ തുര്യത്വാദപി വ്യുത്ഥാപ്യ വിദൂതദ്വൈതജാലേ തസ്മിൻ അഹംഭാവേന നിശ്ചലാവസ്ഥാന ലക്ഷണ തുര്യവിശ്രാന്തിയുക്തസ്യ. വ്യാഖ്യാനമാണ്. ഇങ്ങനെ പറഞ്ഞ് ശൃണുതാവതിദാനീം ത്വം കഥ്യമാനമിദം മയാ രാഘവജ്ഞാന വിസ്താരം ബുദ്ധിസാരാന്തരാന്തരം യുക്തിയുക്തമുപാദേയം. ഹേ രാമ, നല്ല ശാസ്ത്ര സമ്പന്നമായ യുക്തിയോടുകൂടെ ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും കേൾക്കണം.
വചനം ബാലകാദപി അന്യത് തൃണമിവ ത്യാജ്യം. മറ്റെന്തൊക്കെയാണെങ്കിലും അത് തൃണം എന്ന് വെച്ചാൽ പുല്ല് പോലെ തള്ളിക്കിടണമെന്ന്. എന്തെങ്കിലുമൊക്കെ വിഡിത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക, ഈ ചെവി കൂടെ വിട്ടുകളയും. അപ്യുക്തം, അയാൾ വലിയ ആളാണ്, ബ്രഹ്മാവേ ആയിരിക്കട്ടെ. അപ്യുക്തം പദ്മയോനിനാം. ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തെങ്കിലും വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ഇപ്പൊ നമ്മൾ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടി വന്നതെന്നൊക്കെ പറയണു. ബ്രഹ്മോപദേശ ദൃഷ്ടാന്തോ യസ്തവേഹ ഹി കഥ്യത്തെ ഏകദേശ സധർമ്മിത്വം തത്രാന്ത പരിഗൃഹ്യതാം. ഇപ്പൊ രാമായണത്തിൽ ഒരു കഥ പറഞ്ഞാൽ ചില ആളുകൾ ഉടനെ ആ കഥയെ പിടിച്ചിട്ടൊരു ചോദ്യം ചോദിക്കും. കഥ ഈ കാര്യം സാരം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ കയറ് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ കയറ് ചൂടിക്കയറാണോ നെയ്ലോൺ കയറാണോ, പാമ്പ് മൂർഖം പാമ്പാണോ ചേരപ്പാമ്പാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സാരം ഗ്രഹിക്കാതെ ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കണം. ഇപ്പൊ രാമൻ പ്രശാന്തനായിട്ടിരുന്നു. കൈകേയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രാമൻ അതുകൊണ്ട് അഫക്റ്റ് ആയില്ല എന്ന് പറയുമ്പോൾ, കൈകേയിയും എനിക്ക് അനുകൂലമാണ് ചെയ്തതെന്ന് രാമനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ശാന്തമായി. ഇപ്പൊ കൈകേയി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രംപിനെ എന്ത് ചെയ്യണം, ഇറാനിലുള്ള ചീഫ് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചോദ്യം യുക്തിയുക്തമല്ല. അത് ആ ചോദ്യത്തിന് ഇതും കൂടി ചേരില്ല. നമ്മൾക്ക് അതിലുള്ള സാരം സ്ഥിതപ്രജ്ഞതയാണ് ഗ്രഹിക്കേണ്ടത്. ബാഹ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തം കാണിച്ച് ചോദിച്ചാൽ അർത്ഥമില്ല. അപ്പൊ അതാണ് ഇവിടെ പറയണത്. ഇങ്ങനെയാണെങ്കിൽ ബ്രഹ്മണി ആകാരവാൻ കഥം ദൃഷ്ടാന്തൈഹ ചോദ്യന്തി മൂർഖം വൈകൽപ്പികോത്തയ നനു താർക്കികതാമേത്യ നാശനീയ പ്രബുദ്ധത. ആത്മജ്ഞാനത്തിനെ കുതർക്കം ഉപയോഗിച്ച് നശിപ്പിച്ചു കളയരുതെന്നാണ്. നഹി താർക്കികതാമേത്യ നാശനീയ പ്രബുദ്ധത അനുഭൂതി അപലാപാന്തൈഹി അപവിത്രൈഹി വികൽപ്പിതൈഹി. അപവിത്രമായ വികൽപ്പനകൾ കൊണ്ട് നശിപ്പിച്ചു കളയരുത്. ജ്ഞാനം കൊണ്ട് ശാന്തി, ഇന്ദ്രിയ നിഗ്രഹം, ജീവിതത്തിലൊരു ആനന്ദം, ഇതൊക്കെ വർദ്ധിക്കണം. ജീവിതത്തിൽ ഒരു ഓർഡറൊക്കെ വരുന്നത് കൊണ്ട് ജ്ഞാനവും ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരണം. ഇങ്ങനെ പരസ്പരം വിവർദ്ധന്തേ. നയാവത് സുസമഭ്യസ്തവും ജ്ഞാന സത്പുരുഷക്രമവും. ജ്ഞാനവും വേണം, നല്ല സത്സംഗമൊക്കെ വേണം. അല്ലെങ്കിൽ അത് സിദ്ധിക്ക് കാരണമാവില്ല എന്ന് പറഞ്ഞ് ഈ അധ്യായത്തിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതം യശസ്യം ആയുഷ്യം പുരുഷാർത്ഥഫലപ്രദം ശ്രുത്വാത്വം ബുദ്ധി നൈർമല്യാത് ബലാത് യാസ്യസി തത്പദം. ഹേ രാമ, ഇമം യശസ്യം, ഇത് നല്ല യശസ് തരുന്നതാണ്. ആയുഷ്യം, ആയുസ് എന്ന് വെച്ചാൽ പ്രാണൻ എന്നർത്ഥം. നല്ല പ്രാണ ഊർജം നിനക്ക് തരും. പുരുഷാർത്ഥഫലപ്രദം, പരമപുരുഷാർത്ഥമായ മോക്ഷത്തിനെ തന്നെ തരും. പിന്നെ ധർമ്മകാമങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം കിട്ടും. ശ്രുത്വ, ഇത് നല്ലവണ്ണം കേട്ടുകഴിഞ്ഞാൽ ബുദ്ധി നൈർമല്യം, ബുദ്ധിക്ക് നല്ല നിർമ്മലത, ശുദ്ധി ഉണ്ടാവും. ബലാദിയാസ്യസി തത്പദം, ബലമായിട്ട് തന്നെ ഫോഴ്സോടുകൂടി തന്നെ ആ പരമപദത്തിനെ നീ പ്രാപിക്കും. നിനക്ക് ആ ജ്ഞാനം വരും, സാക്ഷാത്കാരം വരും. വിദിതവേദ്യമിദം ഹി മനോമുനേഹേ വിവശമേവ ഹി യാതി പരം പദം യദവബുദ്ധമഖണ്ഡിതമക്രമം തദവബോധദശാം ന ജഹാതി. ജീവിതത്തിൽ പിന്നീട് പ്രാരബ്ധം കൊണ്ട് എന്തൊക്കെ തന്നെ വിഷമങ്ങൾ വന്നാലും ആ അവബോധദശയെ,
ആ ജ്ഞാനത്തിനെ പിന്നെ വിട്ടുകളയുകയേയില്ല. ന ജഹാതി, ഒരു കാരണവശാലും വിട്ടുകളയില്ല. അത്തരത്തിലുള്ള സരളമായ പൂർണ്ണതയെ ഭഗവാൻ വസിഷ്ഠൻ, ഭഗവാൻ രാമചന്ദ്രൻ ഉപദേശിക്കുന്ന രീതിയിൽ ഈ വിദ്യ നമുക്ക് പ്രകാശിച്ചു. ഇതിന്റെ തുടർന്നുള്ള പ്രകാശമാണ് ലക്ഷ്മണോപദേശം. മറ്റുമൊക്കെ അധ്യാത്മരാമായണത്തിൽ ഹനുമാന് ഭഗവാൻ രാമഹൃദയ മന്ത്രം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതൊക്കെ വരുന്നതൊക്കെ ഇതിന്റെ സാരമാണ്. ഈ വിഷയം അപൂർവമായിട്ടുള്ള ഒരു സത്സംഗം. എന്താന്ന് വെച്ചാൽ യോഗവാസിഷ്ടം ഒന്നും സാധാരണ അങ്ങനെ പറയാറില്ല. എന്തായാലും ഈ 2 വർഷം 99ാമത്തെ വർഷം വരണമെന്ന് പറഞ്ഞു, വന്നു. 100ാമത്തെ വർഷമാണെന്ന് പറഞ്ഞു, വന്നു. ഇപ്പൊ 101 പറഞ്ഞു മാഷ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഭഗവാന്റെ കയ്യിലിരിക്കണം. അത് അടുത്ത വർഷത്തെ കാര്യം അടുത്ത വർഷങ്ങളെ കാണാൻ പറ്റൂ. എന്തായാലും പരമമംഗളമായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധാഭക്തിയോടുകൂടെ ശ്രവണം ചെയ്തു. എല്ലാവർക്കും ഇതൊക്കെ ഇനിയിപ്പോൾ ഇതിലൊക്കെ കിടക്കുമല്ലോ യൂട്യൂബിലൊക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് ശ്രവണം ചെയ്യാൻ പറ്റുമല്ലോ. ഒക്കെ വീണ്ടും വീണ്ടും കേട്ട് മനനം ചെയ്ത് നിങ്ങൾക്കത് സാഫല്യത്തിൽ വരാൻ സാധിക്കുമല്ലോ. അതിന് ഭഗവാൻ ആശീർവദിക്കട്ടെ. പരമാർത്ഥ ലാഭത്തിനുള്ള വഴി തുറക്കട്ടെ. മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ.